വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാഗവതം അതിലെ തൃതീയ സ്കന്ധം 4 അധ്യായങ്ങൾ വരെ കണ്ടു. ഇനിയിപ്പോൾ 5-ാമത്തെ അധ്യായം നോക്കുകയാണ്. ഇനി അങ്ങോട്ട് വിതുരമൈത്രേയ സംവാദമാണ്. 4-ാം സ്കന്ധം സമാപിക്കുന്നത് വരെ മൈത്രേയനും വിതുരനും തമ്മിലുള്ള സംവാദമാണ്. 5-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് സൃഷ്ടി എന്നാണ്. സൃഷ്ടിക്രമവർണ്ണനം. വിതുരപ്രശ്നാനുസാരേണ മൈത്രേയകൃത സൃഷ്ടിക്രമവർണ്ണനം, അതാണ് ഇതിലെ വിഷയം. ഈ ജഗത്തിനെ ആര് സൃഷ്ടിച്ചു? സൃഷ്ടിക്ക് ഉപയുക്തമായ വസ്തു, ഉപാദാന കാരണം എന്തായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുകയാണ് ഇവിടെ മൈത്രേയർ. സദേവ സൗമ്യ ഇതമഗ്ര ആസീത്, ഉപനിഷത്ത് വാക്യമാണ്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ, ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഉത്തരം. ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, സൃഷ്ടി എന്നുള്ളതൊരു തോന്നലാണ് എന്നാണ് വർണ്ണിച്ച് വരുന്നത്. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ആ ഒരു സത്ത, ബോധം, ഭഗവാൻ മാത്രമാണ്. അതിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. ആ ഏകനായിരിക്കുന്ന ഭഗവാൻ ഞാൻ പലതാവട്ടെ എന്ന് സങ്കല്പിച്ചു. ഏകനായിരിക്കുന്ന ഭഗവാൻ ഞാൻ പലതാവട്ടെ എന്ന് സങ്കല്പിച്ചു. ബഹുസ്യാം പ്രജായേയ, ഉപനിഷത്ത് വാക്യം. അങ്ങനെ ഈശ്വരൻ പലതായി ഭവിച്ചു എന്നാണ്. ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന മായ അത് വികസിച്ചു. പിന്നെ അതിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി. 3 ഗുണങ്ങളാണ് മായയ്ക്ക്: സത്വം, രജസ്, തമസ്. പിന്നെ അഹന്തത്വം ഉണ്ടായി. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന തത്വം. അങ്ങനെ ഈ ഞാൻ അല്ലെങ്കിൽ ഈ അഹന്തത്വം ഗുണങ്ങളെ ആശ്രയിച്ച് 3 വിധമായി. സത്വഗുണത്തെ ആശ്രയിച്ച് സാത്വികാഹങ്കാരം, രജസിനെ ആശ്രയിച്ച് രാജസാഹങ്കാരം, തമസിനെ ആശ്രയിച്ച് താമസാഹങ്കാരം. ഇങ്ങനെ സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. ഈ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയാഭിമാനി ദേവതകളുണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദാദി സൂക്ഷ്മഭൂതങ്ങളും ആകാശാദി മഹാഭൂതങ്ങളും ഉണ്ടായി. ആകാശാദി മഹാഭൂതങ്ങളെ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ അറിയുന്നു. ആകാശം, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഭൂതങ്ങൾ. ഒന്നാമത്തേതായ മഹാഭൂതത്തിന് എന്ന് പറഞ്ഞാൽ ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ, അത് ശബ്ദം മാത്രമാണ്. രണ്ടാമത്തേതായ മഹാഭൂതത്തിന്, അതായത് വായുവിന് 2 ഗുണങ്ങളുണ്ട്. ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും ഉണ്ട്, തൻ്റെ ഗുണമായ സ്പർശവും ഉണ്ട്. വായുവിൻ്റെ ഗുണം സ്പർശം. ഇനി മൂന്നാമത്തെ മഹാഭൂതമായ തേജസ്സിനാവട്ടെ 3 ഗുണങ്ങളുണ്ട്. ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം അതുണ്ട്, വായുവിൻ്റെ ഗുണമായ സ്പർശമുണ്ട്, പിന്നെ തൻ്റെ ഗുണമായ രൂപം. നാലാമത്തേതായ മഹാഭൂതം, അതാണ് ജലം. ആ ജലത്തിന് 4 ഗുണങ്ങളുണ്ട്: ശബ്ദം, സ്പർശം, രൂപം, പിന്നെ തൻ്റേതായിട്ടുള്ള ഗുണം രസം. 5-ാമത്തെ മഹാഭൂതമായ പൃഥ്വിക്കാവട്ടെ, ഭൂമിക്കാവട്ടെ 5 ഗുണങ്ങളുണ്ട്: ശബ്ദം, സ്പർശം, രൂപം, രസം, പിന്നെ തൻ്റെ തന്നെ ഗുണമായ ഗന്ധം. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഒരു പ്രപഞ്ചം. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് തന്നെ പറയുന്നത്. പഞ്ചവിഷയാകാരമാണ്. ഈ 5 വിഷയങ്ങളെ അറിയാൻ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ലാതെ ഈ പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന അറിവ് കേട്ടറിയുക, തൊട്ടറിയുക, കണ്ടറിയുക, രുചിച്ചറിയുക, വാസനിച്ചറിയുക, ഇങ്ങനെയല്ലേ അറിയാൻ സാധിക്കുള്ളൂ. ഇവിടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, അത് ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അറിയാൻ സാധിക്കുന്നത് അതിലൊക്കെ അഭിമാനിക്കുന്ന ദേവതകളുള്ളത് കൊണ്ടാണ്, അവരിന്ദ്രിയങ്ങളിൽ വർത്തിക്കുന്നത് കൊണ്ടാണ്.
അപ്പോഴാണ് വിഷയങ്ങളെ അറിയണത്. എല്ലാത്തിനും അധിഷ്ഠാന ദേവതകളുണ്ട്. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും അന്ധക്കരണ വൃത്തികളും ഉണ്ടായത് സത്വഗുണത്തിൽ നിന്നാണ്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്, അന്ധക്കരണ വൃത്തികൾക്കും ഉണ്ട്. ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇങ്ങനെയാണ്. മനസ്സിൻ്റെ ദേവനായിട്ടാണ് ചന്ദ്രനെ പറയുക, ബുദ്ധിയുടെ ദേവനായിട്ടാണ് ബ്രഹ്മാവിനെ പറയുക, അഹങ്കാരത്തിൻ്റെ ദേവനായിട്ട് രുദ്രനെ പറയും, ചിത്തത്തിൻ്റെ ദേവനായിട്ട് ക്ഷേത്രജ്ഞൻ, ഇങ്ങനെയാണ് പറയുക. ജ്ഞാനേന്ദ്രിയങ്ങൾക്കുണ്ട് അധിഷ്ഠാന ദേവതകൾ. ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, രസന, ഘ്രാണം എന്നാണ്. ശ്രോത്രം ദിഗ്ദേവതകൾ, ത്വക്കിൻ്റെത് വായു, ചക്ഷുസ് കണ്ണിൻ്റെത് സൂര്യൻ, രസന നാവിൻ്റെത് വരുണൻ, ഘ്രാണം മൂക്കിൻ്റെത് അശ്വിനി ദേവന്മാർ. ഈ കർമ്മേന്ദ്രിയം വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, അതിനുണ്ട് ദേവതകൾ. വാക്കിൻ്റെ ദേവതയാണ് അഗ്നി, പാണി കൈയിൻ്റെ ദേവനാണ് ഇന്ദ്രൻ, പാദത്തിൻ്റെ ദേവനാണ് വിഷ്ണു, പായുവിൻ്റെ ദേവനാണ് മിത്രൻ, ഉപസ്ഥത്തിൻ്റെ ദേവനാണ് പ്രജാപതി. ഈ ദേവതകൾ സ്വതേ വിരുദ്ധ സ്വഭാവം ഉള്ളതുകൊണ്ട് ആദ്യം പരസ്പരം അത് യോജിച്ചില്ല. അങ്ങനെ എല്ലാവരും കൂടി ആ പരബ്രഹ്മത്തെ, ഈശ്വരനെ സ്തുതിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാൻ അതിലേക്ക് പ്രവേശിച്ചു, അത് ചലിക്കാൻ തുടങ്ങി. എനിക്കാണ് വർണ്ണന, അതൊക്കെയാണ് വർണ്ണിക്കുന്നത്. ആദ്യം ഒന്ന് ചുരുക്കി പറഞ്ഞത് കുറച്ച് ഗഹനമായ വിഷയമാണ്. അപ്പോൾ അതൊന്ന് ആദ്യം നല്ലോണം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ശ്ലോകത്തിലൂടെ സഞ്ചരിക്കുക. ശരി, നോക്കാം. 5-ാമത്തെ അധ്യായം സൃഷ്ടിക്രമം വർണ്ണിക്കുകയാണ്. ആദ്യം പറയട്ടെ, സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു വിഷയമാണ്. ആത്യന്തികമായിട്ട് സൃഷ്ടി എന്നൊന്നും ഇല്ല എന്ന് ഇനി പറയാൻ പോകും. ശാസ്ത്രത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പിന്നെ എന്തിനാപ്പോൾ സൃഷ്ടിയെപ്പറ്റി പറയണത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ, ഒരു ക്രമം വേണ്ടേ? അതിനു വേണ്ടി ഒന്ന് പറയുന്നു എന്ന് മാത്രം. പുരാണങ്ങളിൽ തന്നെ സൃഷ്ടി ക്രമം വർണ്ണിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഉപനിഷത്തുകൾ നോക്കിയാൽ അതിലും സൃഷ്ടിക്രമത്തിൽ വ്യത്യാസമുണ്ട്. വേദാന്തത്തിൽ പറയുന്ന സൃഷ്ടിക്രമമല്ല സാഖ്യത്തിൽ പറയണത്. ഇപ്പം ഭാഗവത്തിൽ തന്നെ ചില ദിക്കിൽ പറയുമ്പോൾ സൃഷ്ടിക്രമത്തിൽ ലേശം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൽ വല്ലാതെ ഭ്രമിക്കേണ്ട എന്നർത്ഥം. നമ്മൾ തിരമാലകളെ എണ്ണാൻ നിൽക്കണ്ട, അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഇതൊക്കെ കടലാണെന്ന് സത്യം തിരിച്ചറിയാം. ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ആ ബോധത്തിൽ പൊന്തി മറിയണതാണ് എന്ന് മനസ്സിലാക്കി ഈശ്വരനിൽ ഉറയ്ക്കട്ടെ മനസ്സ്. അതിനാണ് ഇപ്പോൾ ഇതൊക്കെ വർണ്ണിക്കുന്നത്. ശരി, നോക്കാം. അഥ പഞ്ചമോധ്യായഃ. ശ്രീശുക ഉവാച. ദ്വാരിദ്യുനദ്യാ ഋഷഭഃ കുരൂണാം മൈത്രേയമാസീനമഗാധബോധം ക്ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധഃ പപ്രച്ഛ സൗശീല്യഗുണാഭിതൃപ്തഃ. ദ്വാരി, ദ്വാരി പറഞ്ഞ ഹരിദ്വാർ, ഹരിദ്വാരത്തിൽ. ദ്യുനദ്യാഹ, ദ്യുനദി ഗംഗാനദി. ആ ഗംഗാനദിയുടെ ദ്വാരത്തിൽ എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിൽ ആരെ കണ്ടു? ആ വിതുരർ മൈത്രേയ മഹർഷിയെ കണ്ടു. അതാണ് വർണ്ണിക്കുന്നത് ഇവിടെ. കുരൂണാം ഋഷഭ, ഋഷഭ കുരൂണാം ആണ്. കൗരവന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനും അച്യുതഭാവശുദ്ധ, ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് ഹൃദയം ശുദ്ധമായവനായ ആ ക്ഷത്ത വിതുരൻ ഹരിദ്വാരം എന്ന സുപ്രസിദ്ധമായ ആ ഗംഗാദ്വാരത്തിൽ ഇരിക്കുന്ന, ആസീനം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന അഗാധബോധം മൈത്രേയം, പരമജ്ഞാനിയായ ആ മൈത്രേയരുടെ ഉപസൃത്യ അടുത്ത് ചെന്ന് സൗശീല്യഗുണാഭിതൃപ്ത പപ്രച്ഛ, സൗശീല്യാദി ഗുണങ്ങളിൽ ഏറ്റവും സന്തുഷ്ടനായി ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സൗശീല്യ ഗുണങ്ങളിൽ തികച്ചും തൃപ്തനായിട്ട് മൈത്രേയരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹമാണ് തനിക്ക് വേണ്ടത് പറഞ്ഞു തരുന്ന ആൾ, തൻ്റെ ഗുരുനാഥൻ ഈ മൈത്രേയരാണ് എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി നമസ്കരിച്ച് പപ്രച്ഛ ചോദിച്ചു. എന്താ ചോദിച്ചത്? വിതുര ഉവാചാം. സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാ അന്യതു പാരമം വാ വിന്ദേത ഭൂയഃ തത ഏവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്നഃ. സുഖായ കർമാണി കരോതി ലോകഃ.
സുഖായ കർമാണി കരോതി ലോക സുഖായ കർമാണി കരോതി. ലോകര് സുഖത്തിനായി കർമ്മങ്ങൾ ചെയ്യുന്നു. തൈഹി സുഖം വാ അന്യതുപാരമം വാ ന വിന്ദേത. അവ കൊണ്ട് സുഖത്തെയോ അല്ല മറിച്ചുള്ളതിൻ്റെ ഉപശാന്തിയോ ദുഃഖം ഇല്ലാതെയാവുകയോ എന്നർത്ഥം. അന്യതുപാരമം വാ, ദുഃഖം ഇല്ലാതെയാവുകയോ ന വിന്ദേത, പ്രാപിക്കാൻ ആകുന്നില്ല, സംഭവിക്കുന്നില്ല. ഭൂയഃ തതഃ, വീണ്ടും അവയിൽ നിന്ന് ദുഃഖമേവ, ദുഃഖം മാത്രം. സുഖാവാനായിട്ട് കർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്തിട്ട് സുഖമാവണമില്ല, എന്നാൽ ദുഃഖം ഇല്ലാണ്ടാവുക അതുമില്ല, വീണ്ടും അതിൽ നിന്ന് ദുഃഖം ഉണ്ടാവുക ചെയ്യണത്. സുഖത്തിനായിട്ട് കർമ്മം ചെയ്താൽ സുഖം ഉണ്ടാവണില്ല, ദുഃഖം ഉണ്ടാവുന്നു. അത്ര യുക്തം യത്, ഈ വിഷയത്തിൽ യോജിച്ചത് യാതൊന്നോ അത് ഭഗവാൻ നഹ വദേത്, സർവജ്ഞനായ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ലോകസുഖം കാക്ഷിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യണത്, അവയിൽ നിന്ന് സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ദുഃഖം ഉണ്ടാവുന്നുണ്ട്, വീണ്ടും വീണ്ടും ദുഃഖം ഉണ്ടാവുന്നു. ഈ ലോകത്ത് എന്താണ് ഉചിതമായത് എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. അതാണ് ചോദ്യം. ജനസ്യ കൃഷ്ണാദ്വിമുഖസ്യ ദൈവാദധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേഹ ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ, കൃഷ്ണാത് വിമുഖസ്യ, ശ്രീകൃഷ്ണനിൽ നിന്ന് വൈമുഖ്യം ഉള്ളവർ. ദൈവാത്, ദൈവം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർവകർമ്മ പരിണാമം കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ പാകമാകുമ്പോൾ താൻ ചെയ്ത ജന്മാന്തര പുണ്യപാപകർമ്മങ്ങളുടെ പരിപാകം നിമിത്തം കൃഷ്ണാതി വിമുഖസ്യ, കൃഷ്ണഭക്തി പാപകർമ്മം കൂടുമ്പം കൃഷ്ണഭക്തി ഉണ്ടാവാതെയാവും. അധർമ്മശീലസ്യ സുദുഃഖിതസ്യ, അധർമ്മ കർമ്മസ്വഭാവം ഉള്ളവരായിട്ട് ഭവിക്കും. അപ്പോഴോ ദുഃഖം വർദ്ധിക്കും. അങ്ങനെയുള്ള ജനസ്യ, അങ്ങനെയുള്ള ജനങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട്, അനുഗ്രഹായ ജനാർദ്ദനസ്യ ഭവ്യാനി ഭൂതാനി ഇഹ ചരന്തി നൂനം. ജനങ്ങളുടെ അനുഗ്രഹത്തിനായി വേണ്ടിയാണല്ലോ ജനാർദ്ദനൻ എന്ന് പറഞ്ഞ അർത്ഥം ശ്രീകൃഷ്ണൻ, ആ ഭഗവാൻ. ഭവ്യാനി പറഞ്ഞാൽ മംഗളാത്മകങ്ങളായ മംഗളകർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ആ ഭഗവാന്റെ ഭക്തന്മാരായ അങ്ങയെപ്പോലുള്ളവർ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. പാപകർമ്മങ്ങൾ പാകം ആവുമ്പോൾ കൃഷ്ണഭക്തി ഉണ്ടാവാതെ പോവും, അധർമ്മത്തിൽ ശ്രദ്ധ വരും, ദുഃഖം വർദ്ധിക്കും. അങ്ങനെയുള്ള ആളുകളെ ശുദ്ധാക്കാനാണല്ലോ ഭഗവാന്റെ ഭക്തന്മാരായ നിങ്ങൾ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് മൈത്രേയ മഹർഷിയോട് വിദുരർ പറയാണ്. മൈത്രേയനെ പോലുള്ള സജ്ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യമാണ്, അവർ സഞ്ചരിക്കുന്നത് ലോകാനുഗ്രഹാർത്ഥം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സജ്ജനങ്ങളെ ഭഗവാന്റെ മൂർത്തികളായിട്ട് തന്നെ, ഭഗവാനായിട്ട് തന്നെയാണ് കാണുന്നത്. തത്സാധുവര്യാദിശ വർമ്മ ശംനഃ സഞ്ജാധിതോ ഭഗവാൻ യേന പുംസാം ഹൃദി സ്ഥിതോ യച്ഛതി ഭക്തിപൂതേ ജ്ഞാനം സ തത്വാധിഗമം പുരാണം. തത് സാധുവര്യ, തത് അതുകൊണ്ട്, സാധുവര്യ അല്ലയോ സാധുവര്യ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായവനെ. യേന സംരാധിത ഭഗവാൻ, യാതൊരു മാർഗത്തിലൂടെ ഏതു വിധത്തിൽ നന്നായി പൂജിച്ചാൽ ആ ഭക്തിയാൽ പരിശുദ്ധമാക്കപ്പെടുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഭഗവാൻ തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്ന പ്രാചീനമായ തത്വജ്ഞാനത്തെ നൽകുന്നുവോ, സുഖകരമായ ആ മാർഗത്തെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമോ? സാധുവര്യ അല്ലയോ സാധുവര്യ, യേന സംരാധിത, യാതൊരു മാർഗത്തിലൂടെ ആരാധിതനായാൽ ആ ഭഗവാൻ പുംസാം ജനങ്ങളുടെ ഭക്തിപൂതേ ഹൃദി, ഭക്തിവിശുദ്ധമായ ഹൃദയത്തിൽ സ്ഥിത ഇരിക്കുക. സതത്വാധിഗമം പുരാണം ജ്ഞാനം, ആ അനാദിയായ ജ്ഞാനത്തെ യച്ഛതി പ്രദാനം ചെയ്യുമോ. ശം വർത്തമ ന ആദിശ, ശം വർത്തമ ആ സുഖമാർഗത്തെ, ആ മംഗളമായ മാർഗത്തെ നഹ ഞങ്ങൾക്ക് ആദിശ ഉപദേശിച്ചാലും.
വ്യക്തമല്ലേ? എന്താ പറഞ്ഞത്? ഹരിദ്വാരത്തിൽ ആ ഗംഗാതീരത്തുള്ള ആശ്രമത്തിൽ അഗാധബോധം ആത്മനിഷ്ഠനായ മൈത്രേയ മഹർഷി ശാന്തനായിരിക്കുന്നത് ആര് കണ്ടു? വിതുരർ കണ്ടു. കുരുശ്രേഷ്ഠനായ വിതുരർ ആ മൈത്രേയ മഹർഷിയെ ചെന്ന് കണ്ട് നമസ്കരിച്ച് ആദരവോടുകൂടി ചോദിച്ച ചോദ്യം സുഖായ കർമാണി കരോതി ലോകഃ സുഖായ കർമാണി കരോതി. ജനങ്ങളൊക്കെ സുഖമായിട്ടിരിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ആ കർമ്മം കൊണ്ട് സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം അനവധി ഉണ്ടാവും ചെയ്യുന്നു. കർമ്മം ചെയ്യും തോറും ദുഃഖം വർദ്ധിച്ചു വരികയാണ്. ഇതിനെന്താണ് കാരണം? ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭക്തിയില്ലാത്തതിനാൽ അധർമ്മം ചെയ്ത് അതിൻ്റെ ഫലമായി ദുഃഖം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന അജ്ഞന്മാരെ അവരൊക്കെ അനുഗ്രഹിക്കാനും അവരൊക്കെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാനും അല്ലേ ഭഗവത് ഭക്തന്മാരായ നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ഭഗവാനെ ആരാധിച്ചാലാണോ പാപം കുറയുക, ഹൃദയം ശുദ്ധമാവുക, ഭക്തി വളരുക, ആ ചിത്തത്തിൽ ഭഗവാൻ ഇരിക്കണം. ആ ആത്മാനുഭവം ഉണ്ടാവണം, ജ്ഞാനമുണ്ടാവണം. ആ പാകത്തിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് സമ്പ്രദായമാണ് ശീലിക്കേണ്ടത്? അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്നാണ് ഇവിടെ വിതുരർ മൈത്രേയ മഹർഷിയോട് പ്രാർത്ഥിച്ചത്. വ്യക്തമല്ലേ? 5-ാമത്തെ ശ്ലോകം. കരോതി കർമാണി കൃതാവതാരോ യാന്യാത്മതന്ത്രോ ഭഗവാംസ്ത്രധീശഃ യഥാ സസർജാഗ്ര ഇദം നിരീഹഃ സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തെ. കരോതി കർമാണി കൃതാവതാരഃ യാന്യാത്മതന്ത്രോ ഭഗവാൻ ത്രധീശഃ. ത്രിഗുണസ്വരൂപനായ മായയുടെ അല്ലെങ്കിൽ ത്രിഗുണാത്മികയായ മായയുടെ നിയന്താവ് എന്നർത്ഥത്തിൽ ത്രധീശഃ, ത്രിഗുണസ്വരൂപമായ ത്രിമൂർത്തികളുടെ അധീശനും എന്നർത്ഥം. അതിനും പറയാം. ആത്മതന്ത്ര, സ്വതന്ത്രനായ, മായയെ അവലംബിച്ചുകൊണ്ട് അവതാരങ്ങളെ സ്വീകരിച്ചവനുമായ ആ ഭഗവാൻ ആണ്. കൃതാവതാര യാനി കർമാണി കരോതി, അവതാരങ്ങൾ സ്വീകരിച്ച് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്? നിരീഹ അഗ്രേ ഇദം യഥാ സസർജ. നിരീഹ നിഷ്ക്രിയനായ പ്രവൃത്തിരഹിതനായ ആ ഭഗവാൻ അഗ്രേ സൃഷ്ടി സമയത്ത് അല്ലെങ്കിൽ ആദിയിൽ ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ, ഇദം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ, യഥാ എങ്ങനെ, സസർജ സൃഷ്ടിച്ചു, സംസ്ഥാപ്യ ജഗതഃ വൃത്തിം സംസ്ഥാപ്യ അതിനെങ്ങനെ ഉറപ്പിച്ചു ആണ്, എങ്ങനെയാണ് പരിപാലിക്കുന്നത്, ഏത് വിധത്തിൽ രക്ഷിക്കുന്നു ആണ്. ജഗതഃ വൃത്തിം വിധത്തെ, എങ്ങനെയാണ് അതിനെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞു തരണം. അതാണ് ആവശ്യപ്പെടുന്നത്. യഥാ പുനഃ സ്വേ ഖ ഇദം നിവേശ്യ ശയത്തെ ഗുഹായാം സ നിവൃത്തവൃത്തി യോഗേശ്വരാധീശ്വര ഏക ഏതദനുപ്രവിഷ്ടോ ബഹുധാ യഥാസീത്. യഥാ പുനഃ ഖേ സ്വ ഇദം നിവേശ്യ, പുനഃ പിന്നെ ആ ഭഗവാൻ സ്വേ ഖേ ഇദം നിവേശ്യ, സ്വന്തം ഹൃദയാകാശത്തിൽ ഈ വിശ്വത്തെ ഒതുക്കി വെച്ച് നിവൃത്തവൃത്തി ഗുഹായാം യഥാശയത്തെ, നിർവ്യാപാരനായി എങ്ങനെയാണ് യോഗമായയിൽ ശയിക്കുന്നത്? ആ ഭഗവാൻ ഈ ലോകത്തെ സ്വരൂപമായ ആകാശത്തിൽ ലയിപ്പിച്ച് സകല വ്യാപാരങ്ങളും വെടിഞ്ഞ് എങ്ങനെയാണ് ആ സ്വാനന്ദമാകുന്ന ആ ഗുഹയിൽ ശയിക്കുന്നത്? യോഗേശ്വരന്മാരുടെ നാഥനായ യോഗേശ്വരാധീശ്വര ഏകഃ, യോഗേശ്വരന്മാരുടെ അധീശ്വരനായ ആ ഭഗവാൻ ഏതത് അനുപ്രവിഷ്ട ബഹുധ യഥാ ആസീത്, ഈ ജഗത്തിൽ പ്രവേശിച്ച് പല പ്രകാരത്തിൽ ആയി മാറുന്നത് എങ്ങനെ? ഏകനായ ഭഗവാൻ ഈ ജഗത്തിൽ പ്രവേശിച്ച് ബഹുരൂപമായി ഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ചോദ്യം. ക്രീഡൻ വിധത്തെ ദ്വിജഗോസുരാണാം ക്ഷേമായ കർമാണ്യവതാരഭേദൈ മനോന തൃപ്യത്യപി ശൃണ്വതാം നഃ ശുശ്ലോകമൗലേശ്ചരിതാമൃതാനി. ക്രീഡൻ വിധത്തെ ആണ്. ദ്വിജഗോസുരാണാം,
ക്ഷേമായ അവതാരഭേദൈ ക്രീഡൻ. അവതാരങ്ങൾ കുറേ അവതാരഭേദങ്ങളോടെ, മത്സ്യാദി ധാരാളം അവതാരങ്ങളുണ്ടല്ലോ, അങ്ങനെ പല അവതാരങ്ങളെ കൊണ്ട് ക്രീഡൻ വിഹരിച്ചുകൊണ്ട് ദ്വിജഗോസുരാണാം ക്ഷേമായ ബ്രാഹ്മണരെയും ഗോക്കളെയും ദേവന്മാരെയും അവരുടെയൊക്കെ ക്ഷേമത്തിനായിട്ട് കർമാണി വിധത്തെ പല കർമ്മങ്ങളും ചെയ്ത് സുശ്ലോകമൗലേഹേ ചരിതാമൃതാനി ശൃണ്വതാം അപി നഹ മനഃ ന തൃപ്യതി. ഓരോരോ അവതാര രൂപങ്ങൾ കൈക്കൊണ്ട് ക്രീഡൻ, ഒരു വിനോദം പോലെ ക്രീഡിച്ചുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നത് എങ്ങനെയാണ്? പുണ്യശ്ലോകന്മാരുടെ ചൂടാലങ്കാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ, അതാണ് സുശ്ലോകമൗലേഹെ ചരിതാമൃതാനി, ഭഗവാന്റെ കഥകൾ കേട്ടവരാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ, എങ്കിലും ന തൃപ്യതി, തൃപ്തിയാവുന്നില്ല. ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല, വിസ്തരിച്ച് കേൾക്കണം താല്പര്യം. യൈസ്തത്വഭേദൈ അധിലോകനാഥോ ലോകാൻ അലോകാൻ സഹ ലോകപാലാൻ അചീക്ലുപത് യത്ര ഹി സർവസത്വനികായ ഭേദോ അധികൃത പ്രതീതഃ. യൈ തത്വഭേദൈ അധിലോകനാഥഃ, അധിലോകനാഥഃ ലോകനാഥന്മാരുടെ അധിനാഥനായ ഭഗവാൻ, സഹലോകപാലാൻ ലോകാൻ അലോകാൻ ലോകനാഥന്മാരോടുകൂടിയുള്ള ലോകങ്ങളെയും അലോകാൻ ബഹിർലോകങ്ങളെയും യൈഹി തത്വഭേദൈഹി വിഭിന്ന തത്വങ്ങളാൽ അചീക്ലപത് കൽപ്പിച്ചിരിക്കുന്നു. യത്ര ഹി സർവസത്വനികായ ഭേദ അധികൃത പ്രതീത. എന്താ പറയണത്? ലോകസൃഷ്ടാവായ ആ ഭഗവാൻ ഏതേത് തത്വങ്ങളെ കൊണ്ടാണ് ലോകപാലന്മാരോടുകൂടിയ ഈ ലോകങ്ങളെയും ബഹിർലോകങ്ങളെയും തമ്മിൽ ഭിന്നങ്ങളായിട്ട് കാണപ്പെടുന്ന പ്രാണിവർഗങ്ങളെയും സൃഷ്ടിച്ചത്? ഇവിടെയുള്ള വ്യത്യാസം ഉള്ള ധാരാളം വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയൊക്കെ ചെയ്തു? പറയുമ്പോൾ ഒക്കെ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്, പക്ഷേ ഒന്നുപോലെയല്ല മറ്റൊന്ന്. എങ്ങനെയാണ് ഈ ഭഗവാൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? ലോകത്തെയും ബഹിർലോകങ്ങളെയും ഏത് വഴിയാണോ സൂര്യപ്രകാശം ലഭിക്കുന്നത് അതിനുള്ളിലുള്ള ഭാഗത്തിന് ലോകം എന്ന് പറയും. സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗത്തിന് അലോകം എന്നാണ് പറയുക. ഈ ലോകങ്ങളെ പാലിക്കുന്നത് ഇന്ദ്രാദി ലോകപാലന്മാരാണെന്നാണ് സങ്കല്പം. ലോകങ്ങളിൽ ഓരോ ഭാഗത്തും ഓരോ തരം ജീവവർഗ്ഗങ്ങളുണ്ട്, ഒന്നുപോലെയല്ല മറ്റൊന്ന്. എന്നാൽ അലോകങ്ങളിലുള്ളവർക്കോ അവർക്ക് സൂര്യപ്രകാശം ഇല്ലാണ്ട് തന്നെ ജീവിക്കാൻ കഴിയും. ലോകത്തെ നിർമ്മിക്കുമ്പം അത് മഹത്തത്വം കൊണ്ടും അഹങ്കാരം കൊണ്ടും പഞ്ചതന്മാത്രകളും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവ ഒരുപോലെയുള്ളതല്ല. അതുകൊണ്ട് പ്രാണിവർഗങ്ങൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. എങ്ങനെയാണ് ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ, ഇവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ് വിതുരരുടെ ചോദ്യം. ഭഗവാൻ അവതാരങ്ങളെ സ്വീകരിച്ച് ഏതേത് കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ലീലകളൊക്കെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. കർമ്മമില്ലാത്ത ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? എങ്ങനെയാണ് ഈ ഒരു ലോകത്തെ പരിപാലിക്കുന്നത്? അവസാനം ഈ പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, അതെങ്ങനെ? അവസാനം യോഗമായിൽ ശയിക്കുന്നു എന്നാണ് പറയണത്. അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. അനേകം അവതാരങ്ങളെ സ്വീകരിച്ച് സജ്ജനങ്ങളെ രക്ഷിക്കുന്നു. ബ്രാഹ്മണരുടെയും പശുക്കളുടെയും ദേവന്മാരുടെ ഹൃദയത്തിന് വേണ്ടി ഭഗവാൻ ലീലകളാടുന്നു. ഭഗവാൻ ലീലകൾ കേട്ടിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതൊന്നും കേട്ട് ഞങ്ങൾക്കിതുവരെയും മതിയായിട്ടില്ല. ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകങ്ങളെ പരിപാലിക്കുന്നത്? ബഹിർലോകങ്ങളെ എങ്ങനെ രക്ഷിക്കുന്നു? ഏതേത് തത്വങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചത്? ജീവജാലങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ വേറെ വേറെ സ്വഭാവങ്ങൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ എന്തുകൊണ്ടാണ്? അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. തീരുന്നില്ല, പിന്നെയും അനേകം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യേന പ്രജാനാമുത ആത്മകർമ്മരൂപാഭിധാനാം ച ഭിതാം വ്യധത്ത നാരായണോ വിശ്വസൃഡാത്മയോനിരേതച്ചനോ വർണ്ണയ വിപ്രവര്യ. യേന പ്രജാനാമുത ആണ്. യേന പ്രജാനാം ഉത ആത്മകർമ്മരൂപാഭിധാനാം,
ആത്മകർമ്മരൂപാഭിധാനാം യേന പ്രജാനാം ഉത ച. അതിന് പുറമെ വിശ്വസൃക്ക് ആത്മയോനിഹി നാരായണ, തനിക്ക് താൻ തന്നെ കാരണമായും ഇരിക്കുന്ന ശ്രീനാരായണൻ, പ്രജാനാം പ്രജകളുടെ, തനിക്ക് താൻ തന്നെ ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്ന ആ ആദിനാരായണൻ ഏതൊന്നിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ജീവഭേദം, കർമ്മഭേദം, രൂപഭേദം, നാമഭേദം, ആത്മകർമ്മരൂപാഭിധാനം, അന്ധകരണവൃത്തി, കർമ്മം, ആകൃതി, പേര്, ഇങ്ങനെയാണ് വ്യത്യാസങ്ങളെ. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? ഹേ ബ്രാഹ്മണോത്തമ, ഹേ വിപ്രവര്യ, ഞങ്ങളോട് ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാണ്. ഏതത് ച നഹ വർണ്ണയ, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരിക. പരാവരേഷാം ഭഗവൻ വ്രതാനി ശ്രുതാനി മേ വ്യാസമുഖാദഭീക്ഷ്ണം അതൃപ്നുമക്ഷുല്ല സുഖാവഹാനാം തേഷാമൃതേ കൃഷ്ണകഥാമൃതൗഘാത്. പരാവരേഷാം ഭഗവൻ വ്രതാനി ശ്രുതാനി, പരാവരേഷാം ആണ് ഉത്കൃഷ്ടന്മാരുടെയും അവരേഷാം അപകൃഷ്ടന്മാരുടെയും ഓരോരോ ധർമ്മങ്ങളെ വ്യാസമുഖത്ത് നിന്ന് പലപ്പോഴായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രുതാനി പലതവണ, അഭീക്ഷണം എന്ന് പറഞ്ഞാൽ പലതവണ ഞങ്ങൾ ശ്രുതാനി കേട്ടിട്ടുണ്ട്. കൃഷ്ണകഥാമൃതൗഘാത്, ആ കൃഷ്ണകഥകളെ അമൃതപ്രവാഹ സദൃശമായ, അമൃതം ഇങ്ങനെ ഒഴുകുന്നത് പോലെയാണ് കൃഷ്ണകഥകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ആ കഥകളെ ഞങ്ങളോട് നന്നായി വർണ്ണിച്ചു തരണം. ആ കഥകൾ കുറച്ചധികം വിസ്തരിച്ച് പറയണം. മറ്റുള്ള കഥകളൊക്കെ നിസ്സാരങ്ങളായ പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ക്ഷുല്ല സുഖാവഹാനാം, തുച്ഛ സുഖപ്രദങ്ങളായ പലതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കേട്ട് ഞങ്ങൾക്കിപ്പോൾ തൃപ്തിയായി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് കേൾക്കണം എന്നാണ് താല്പര്യം. അതിനെപ്പറ്റി വിസ്തരിച്ച് വർണ്ണിക്കണേ എന്നാണ്. പല 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 കഥകളും ഞങ്ങൾ ഭാരതത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല വിഷയങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പലവട്ടം കേട്ടു. ഇപ്പം ഞങ്ങൾക്ക് കേൾക്കേണ്ടത് അങ്ങനെയുള്ള അപ്രധാന വിഷയങ്ങളൊന്നും കേൾക്കേണ്ട, കൃഷ്ണകഥ ആണ്. അതാണ് ഞങ്ങൾക്ക് വിസ്തരിച്ച് കേൾക്കേണ്ടത്. ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ആരെങ്കിലും തൃപ്തി വരുമോ ആണ്. കസ്തൃപ്നുയാ തീർത്ഥപദോഭിധാനാത് സത്രേഷു വ സൂരിഭിരീഡ്യമാനാത് യഃ കർണനാഡിം പുരുഷസ്യ യാതോ ഭവപ്രദാം ഗേഹരതിം ഛിനത്തി. കസ്തൃപ്നുയാത് എന്നാണ്. ആർക്കാണ് തൃപ്തി വരിക എന്നാണ്. ഏതൊരാളാണ് തൃപ്തിപ്പെടുക? ഈ ഭഗവാന്റെ കഥകൾ കേട്ട് മതി എന്നാരാ പറയുക? സത്രേഷു സൂരിഭി, നിങ്ങളുടെ സദസ്സിൽ വെച്ച് വിദ്വാൻമാരാൽ ഈഡ്യമാനാത് പ്രകീർത്തിക്കപ്പെട്ടു വരുന്ന തീർത്ഥപദ, ആ തീർത്ഥപദൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ കഥകൾ അഭിധാനാത്, കഥാകഥനത്തിൽ നിന്ന് കഹ, ആരാണ്, ഏതൊരാളാണ് തൃപ്നുയാത്, സംതൃപ്തി അടയുക. യഹ പുരുഷസ്യ കർണനാടിയും യാതഃ, യാതൊരു ഭഗവാൻ ആ മനുഷ്യൻ്റെ കർണഞരമ്പിനെ പ്രാപിച്ച്, ചെവിയിലൂടെ ആ ഭഗവാന്റെ കഥകളൊന്ന് ഇറങ്ങിയാൽ ഭവപ്രദാം, സംസാരക്ലേശം, ഗേഹരതിം ഭവപ്രദാം, സംസാരക്ലേശമാകുന്ന ആ ഗൃഹാസക്തിയെ ഛിനത്തി, ഇല്ലാണ്ടാക്കുന്നു, മുറിച്ച് കളയുന്നു, വേരറുത്ത് കളയുന്നു. കേൾക്കുന്തോറും സംസാരത്തെ വീണ്ടും വീണ്ടും നൽകുന്ന ആ ഗൃഹാസക്തിയെ നശിപ്പിക്കുന്നത് ഈ ഭഗവാന്റെ കഥകളാണ്. ഏതൊരുവൻ്റെ കഥകൾ കേട്ടാലാണോ ഗൃഹാസക്തി പൂർണ്ണമായും ഇല്ലാണ്ടാവുന്നത്, സംസാരക്ലേശം ഇല്ലാണ്ടാവുന്നത്? വിവേകികളായ പണ്ഡിതന്മാർ, ജ്ഞാനികൾ, വിദ്വാൻമാർ സ്തുതിക്കപ്പെടുന്നത് ഏത് ഭഗവാന്റെ ചരിത്രത്തെയാണോ, ആ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ആർക്കാണ് മതി വരിക? അങ്ങനെയുള്ള കഥ പറയണേ. മുനിർവിവക്ഷുർഭഗവത് ഗുണാനാം സഖാപിതേ ഭാരതമാഹ കൃഷ്ണഃ യസ്മിൻ നൃണാം ഗ്രാമ്യസുഖാനുവാദൈഃ മതിർഗൃഹീതാനുഹരേഃ കഥായാം. മുനിഃ വിവക്ഷുഃ ഭഗവത് ഗുണാനാം. മുനിഃ
മനനശീലനായ തേ സഖ അങ്ങയുടെ സുഹൃത്തായ കൃഷ്ണ അപി, ഇവിടെ കൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് വേദവ്യാസൻ എന്നർത്ഥം, വേദവ്യാസൻ കൂടി ഭഗവത് ഗുണാനാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണങ്ങളെ വിവക്ഷുഹു വചിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയവനായിട്ട് ഭാരതം ആഹ, മഹാഭാരതം എന്ന ഇതിഹാസത്തെ ആഖ്യാനം ചെയ്തത്. അങ്ങയുടെ സഖാവായ വ്യാസമുനി ഭഗവാന്റെ ഗുണഗണങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ചു. ആ ഭാരതത്തിൽ യസ്മിൻ നൃണാം ഗ്രാമ്യസുഖാനുവാദൈ എന്നാണ്. ആ മഹാഭാരതത്തിൽ തുച്ഛമായ വിഷയസുഖങ്ങളെ ആഗ്രഹിച്ച് മഹാരാജാക്കന്മാർ തമ്മിൽ തല്ലി നശിക്കുന്നതൊക്കെ കേട്ടു. രാജാക്കന്മാരുടെ ബുദ്ധി ഭഗവാന്റെ കഥകളിലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു വ്യാസൻ്റെ ആഗ്രഹമെന്ന് നിശ്ചയം എന്നാണ്. യസ്മിൻ നൃണാമതി ഗ്രാമ്യസുഖാനുവാദൈ ഹരേഹേ കഥായാം ഗൃഹീതാനു. യാതൊരു ആഖ്യാനത്തിൽ മനുഷ്യരുടെ ബുദ്ധി തുച്ഛങ്ങളായ ലൗകിക സുഖങ്ങളുടെ കഥകളിലൂടെ ആ ശ്രീഹരിയുടെ കഥയിൽ പിടിച്ച് ചേർക്കപ്പെട്ടു തീർച്ച എന്നർത്ഥം. ഹരികഥയിൽ മനുഷ്യൻ്റെ ബുദ്ധി വരണം എന്ന് കരുതിയിട്ടാണ് പല കഥകളും പറഞ്ഞത്. ആ കഥകൾ പറയാൻ വേണ്ടി പറഞ്ഞതല്ല എന്നർത്ഥം. ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കാനായിട്ടാണ് അങ്ങയുടെ സ്നേഹിതനായ വ്യാസമഹർഷി മൈത്രേയ മഹർഷിയോട് വിതുരർ പറയാണ്. പരാശര മഹർഷിയുടെ ശിഷ്യനാണ് മൈത്രേയർ, പരാശരൻ്റെ മകനാണ് വ്യാസർ, ഇപ്പോൾ വ്യാസരുടെ സുഹൃത്താണ് മൈത്രേയർ. ആ വ്യാസമഹർഷി അങ്ങയുടെ കൂട്ടുകാരൻ മഹാഭാരതം എന്ന ഇതിഹാസം നിർമ്മിച്ചത് ഭഗവാന്റെ കഥകളെ വർണ്ണിക്കാൻ തന്നെയാണ്. ഭാരതത്തിൽ പല കഥകളിലൂടെ പല രാജാക്കന്മാർ തമ്മിൽ തല്ലിയ തുച്ഛങ്ങളായ ലൗകിക സുഖങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള കഥകളുണ്ട്. അവ കൊണ്ട് കിട്ടുന്ന സുഖം താൽക്കാലികമാണെന്ന് ബോധിച്ച് ഈ കേൾക്കുന്നവർ ഭഗവത് കഥകളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് കരുതിയിട്ടാണ് മഹാഭാരതം എഴുതിയത് വ്യാസർ. സംശയമില്ല എന്നർത്ഥം. അതുതന്നെയാണ് ഉദ്ദേശം. ഭഗവാന്റെ കഥ ശ്രദ്ധയോടുകൂടി കേൾക്കുന്തോറും വരുന്ന മാറ്റം എന്താണ്? സാ ശ്രദ്ധധാനസ്യ വിവർദ്ധമാനാ വിരക്തിമന്യത്ര കരോതി പുംസഃ ഹരേഃ പദാനുസ്മൃതി നിർവൃതസ്യ സമസ്തദുഃഖാത്യയമാശു ധത്തേ. സാ ശ്രദ്ധധാനസ്യ പുംസഃ വിവർദ്ധമാന അന്യത്ര വിരക്തിം കരോതി. ഭഗവാനിൽ ഭക്തി വന്നാൽ, ശ്രദ്ധയോടെ ഹരിസ്മരണത്തിൽ മനസ്സ് ഇരുത്തുന്ന ഒരു മനുഷ്യന് ഹരിഭക്തി വർദ്ധിച്ച് വരുന്നതുകൊണ്ടുള്ള സുഖാനുഭവം നിമിത്തം അന്യത്ര വിരക്തി, മറ്റുള്ളവയിൽ വിരക്തി ഉണ്ടാവും, മറ്റുള്ള വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവാതെയാവും, ലൗകിക സുഖങ്ങളോട് വിരക്തി വർദ്ധിക്കും. ഹരേഹേ പദാനുസ്മൃതി നിർവൃതസ്യ, ഹരിപാദസ്മരണം കൊണ്ട് ക്രമേണ ആനന്ദം വർദ്ധിക്കും. ശരീരഭാവന കൊണ്ട്, ശരീരം ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ വലിയ താമസമില്ലാതെ നശിച്ചു പോവും. സമസ്ത ദുഃഖാത്യയം ആശു ധത്തേ, അതിവേഗം ദുഃഖങ്ങളില്ലാണ്ടിയാവുന്നു എന്നർത്ഥം. ഇനി ഭഗവാന്റെ കഥകൾ ശ്രദ്ധ ഇല്ലാഞ്ഞാലുള്ള അവസ്ഥ അതും കൂടി പറയണ്ടേ? അതാണ് അടുത്ത ശ്ലോകത്തിൽ. താൻ ശോച്യാനവിദോനുശോചേ ഹരേഃ കഥായാം വിമുഖാനഘേന ക്ഷിണോതി ദേവോ നിമിഷസ്തു യേഷാം ആയുർവൃഥാവാദഗതിസ്മൃതീനാം. താൻ ശോച്യാനവിദോനുശോചേ ഹരേഃ കഥായാം വിമുഖാൻ അഘേന. അഘേന ഹരേഃ കഥായാം വിമുഖാൻ, പാപം കൊണ്ട്, അഖെന്ന് പറഞ്ഞാൽ പാപം, പാപത്താൽ ദുഷ്കൃതം കൊണ്ട് ഹരേഃ കഥായാം വിമുഖാൻ, ഹരികഥയിൽ താല്പര്യമില്ലാത്തവരായിട്ട് അതീവ ശോച്യന്മാരുമായിരിക്കുന്ന അറിവില്ലാത്ത, അവിദഃ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത മനുഷ്യരെക്കുറിച്ച് ഞാൻ അനുശോചിക്കുന്നു. അവരെപ്പറ്റി എനിക്ക് എന്താ പറയുക, സങ്കടം തോന്നുകയാണ് എന്നർത്ഥം. തനിക്ക് ലഭിച്ച ഈ മനുഷ്യജന്മം, ഇങ്ങനെയൊരു ഉത്കൃഷ്ടമായ ജന്മം, അത് പ്രയോജനമില്ലാതെയാക്കുന്നുവല്ലോ ആണ്. വൃഥാവാദഗതി സ്മൃതീനാം,
വൃഥാവാദഗതികൾ നടത്തി എന്തൊക്കെയോ പറഞ്ഞ് പലതും ചർച്ച ചെയ്ത് വെറുതെ ഒരാവശ്യമില്ലാത്ത വർത്തമാനവും പറഞ്ഞ് പാഴാക്കുന്നവരുടെ ആയുസ്സിനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലസ്വരൂപനായ ഭഗവാൻ സമയത്തെ അപഹരിക്കുന്നുവല്ലോ. അതാണ് പറഞ്ഞത്. വിശേഷബുദ്ധിയില്ലാത്ത പശു മുതലായ മറ്റ് മൃഗങ്ങൾ ഹരിസ്മരണം ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ അവയെപ്പറ്റി ഓർത്ത് നമുക്കൊന്ന് വിഷമിക്കാം, അത്രേ വേണ്ടൂ. എന്നാൽ അതിലധികം വിഷമിക്കണം ആരെപ്പറ്റി ആലോചിക്കുമ്പോൾ? മനുഷ്യരെ പറ്റി. വിശേഷ ബുദ്ധിയുണ്ട്, നല്ലൊരു ജന്മം കിട്ടി, അനുകൂല സാഹചര്യം, ധാരാളം അവസരങ്ങൾ, എന്നിട്ടും ഭഗവാനിൽ ഭക്തിയില്ലാത്ത ആളുകളെ കാണുമ്പോൾ നിസ്സാരമായ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി സമയം ധാരാളം മാറ്റിവെച്ച് ഒരാവശ്യമില്ലാത്ത കാര്യത്തെപ്പറ്റി പറഞ്ഞും ചിന്തിച്ചും തമ്മിലടിച്ച് കാലം കഴിക്കുന്നവരെക്കുറിച്ച് ദുഃഖിക്കുന്നു, അനുശോചിക്കുന്നു. സംസാര ദുഃഖം തീർത്ത് പരമാനന്ദം നൽകുന്ന ആ കാരുണ്യവാരിധിയായ ഭഗവാനെ മറന്ന് ജീവിക്കുന്നവർ അവർ ജീവിക്കുന്നില്ല, അവർ വൃഥാ ജീവിക്കുന്നു എന്നാണ്. അനുനിമിഷം അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവർ ഓർക്കുന്നില്ലല്ലോ, സമയം പോകുന്നത് അവരറിയുന്നില്ലല്ലോ എന്നർത്ഥം. ഇതാണ് പറഞ്ഞത്. ഭഗവാന്റെ കഥകൾ കേൾക്കും തോറും ഭക്തി വളർന്നു വരും. ഭക്തി വളരും തോറും ഈശ്വരനൊഴികെ മറ്റെല്ലാ വിഷയങ്ങളിലും വൈരാഗ്യം വർദ്ധിച്ചു വരും. ഭഗവത് പാദാരവിന്ദ സ്മരണം കൊണ്ട് ശാന്തി അനുഭവിക്കാൻ സാധിക്കും. സംസാര ദുഃഖം അതിവേഗത്തിൽ നശിക്കും. ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ പാകം അതിൻ്റെ ഫലമായിട്ട് പാപം അത് വർദ്ധിച്ചാൽ പിന്നെ ഭഗവത് കഥകളിൽ വിമുഖരായി മാറും. താല്പര്യം ഉണ്ടാവില്ല, ഈശ്വര കഥകൾ കേൾക്കാൻ താല്പര്യം ഇല്ലേണ്ടിയാവും. അങ്ങനെയുള്ളവരെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് അനുകമ്പയാണ് തോന്നുന്നത് എന്ന് വിതുരർ പറയണം മൈത്രേയരോട്. ഒരു പ്രയോജനമില്ലാത്ത ലൗകിക വിഷയങ്ങളെപ്പറ്റി പറഞ്ഞ് കേട്ട് അവർ ആയുസ്സിനെ അങ്ങോട്ട് ചുട്ടുകൊല്ലുന്നുവല്ലോ. ശാശ്വതാനന്ദത്തെ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ഭഗവാന്റെ കഥകൾ അത് കേൾക്കണം. അത് കേൾക്കുക തന്നെയാണ് വേണ്ടത്. പുഷ്പങ്ങളിൽ നിന്ന് തേൻ എടുക്കുന്നത് പോലെ അങ്ങെന്ത് ചെയ്യും? ആ ഉദ്ധൃത്യ പുഷ്പേഭ്യ ഇവാർത്ത ബന്ധോ എന്നാണ്. ആ ഭഗവാന്റെ കഥകളെ വണ്ടുകളിങ്ങനെ പുഷ്പങ്ങളിലെ സാരം മാത്രം എടുക്കില്ലേ, പുഷ്പം മുഴുവനായിട്ട് എടുക്കില്ല, പുഷ്പത്തിലെ തേൻ മാത്രം എടുക്കുന്നത് പോലെ ആ ഭഗവാന്റെ മനോഹരങ്ങളായ ലീലകൾ മാത്രം സാരഭാഗത്തെ, കഥകളിലെ സാരഭാഗത്തെ പുഷ്പങ്ങളിൽ നിന്ന് വണ്ടുകൾ സാരം മാത്രം ഗ്രഹിക്കുന്നത് പോലെ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയാണ്. തദസ്യ കൗഷാരവ ശർമ്മധാതു ഹരേഹ കഥാമേവ കഥാസുസാരം ഉദ്ധൃത്യ പുഷ്പേഭ്യ ഇവാർത്തബന്ധോ ശിവായ നഃ കീർത്തയ തീർത്ഥകീർത്തേ. അതുകൊണ്ട് അല്ലയോ മൈത്രേയ മഹർഷേ, മറ്റു ലോകവിഷയങ്ങളെ പറ്റിയുള്ള കഥകളൊന്നും കേൾക്കണമെന്നില്ല. സുഖം നൽകുന്നവനും ആർത്തബന്ധുവുമായിരിക്കുന്ന പരിശുദ്ധ കീർത്തിയോടുകൂടിയിരിക്കുന്ന ആ ശ്രീഹരിയുടെ കഥകൾ, ആ കഥകളിലെ സാരഭാഗം വണ്ടുകൾ പുഷ്പങ്ങളിൽ നിന്ന് സാരം മാത്രം എടുത്തു തരുന്നത് പോലെ ഞങ്ങൾക്ക് അങ്ങ് ആ ഭഗവാന്റെ ലീലകൾ മാത്രം പറഞ്ഞു തന്നാലും. ശർമ്മധാതു എന്ന് പറഞ്ഞാൽ ആനന്ദപ്രദനും, ആർത്തബന്ധോ ആർത്തബന്ധുവും ദുഃഖിക്കുന്നവരുടെ ബന്ധുവായിരിക്കുന്ന തീർത്ഥകീർത്തയെ പുണ്യകീർത്തിമാനായ ഭഗവാന്റെ ആ കഥകളിൽ സാരഭൂതമായ കഥ അതങ്ങ് പറഞ്ഞു തന്നാലും. ഈ ആശയം തന്നെ ഒന്നുകൂടി പറയുന്നു. ഹരികഥകൾ വിസ്തരിച്ച് തന്നെ പറയണേ എന്ന് വീണ്ടും അഭിപ്രായപ്പെടുകയാണ്. സ വിശ്വജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാര പ്രഗൃഹീതശക്തി
ചകാര കർമാണ്യതി പൂരുഷാണി യാനി ഈശ്വര കീർത്തയതാനി മഹ്യം സ വിശ്വജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാര. വിശ്വത്തിൻ്റെ ജന്മം സ്ഥിതി ലയം, ലോകത്തിൻ്റെ ഉദ്ഭവം സ്ഥിതി ലയങ്ങൾക്ക് വേണ്ടി പ്രഗൃഹീത ശക്തി സഹ ഈശ്വര, അതിനായിട്ട് അവതരിച്ച ആ ഭഗവാന്റെ കൃത അവതാര, മനുഷ്യനായിട്ട് അവതരിച്ചു, പക്ഷിയായിട്ട് അവതരിച്ചു, മൃഗമായിട്ട് അവതരിച്ചു, പല അവതാരങ്ങളുണ്ട്. അതിപൂരുഷാണി, മനുഷ്യാതീതങ്ങളായിട്ടുള്ള ആ അവതാരങ്ങൾ, കർമാണി, ആ പ്രവൃത്തികൾ, താനി മഹ്യം കീർത്തയ, അതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയൊക്കെ ഒന്ന് വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ. അതാണ് പ്രാർത്ഥന. ശ്രീശുക ഉവാച സ ഏവം ഭഗവാൻ പൃഷ്ടഃ ക്ഷത്രാകൗഷാരവിർമുനി പുംസാം നിശ്രയസാർത്ഥേന തമാഹ ബഹുമാനയൻ. ശ്രീശുകർ പറഞ്ഞു, സ ഏവം ഭഗവാൻ പൃഷ്ടഃ, ഏവം ഇപ്രകാരം വിതുരനാൽ ചോദിക്കപ്പെട്ട, ഏവം പൃഷ്ടഃ ഭഗവാൻ കൗഷാരവ, സർവജ്ഞനായ ആ കൗഷാരവൻ, നമ്മുടെ മൈത്രേയ മഹർഷി, സഹ മുനി, ആ മഹർഷി, പുംസാം നിശ്രയസാർത്ഥേന തം ബഹുമാനയൻ ആഹ, മനുഷ്യരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ പറഞ്ഞാൽ ഇവിടെ വിതുരരെ ആദരിച്ചുകൊണ്ട് പറയാൻ പുറപ്പെടുകയാണ്, പറഞ്ഞു എന്നർത്ഥം. ഇപ്രകാരം വിതുരൻ പറഞ്ഞ സമയത്ത് ഭഗവാനായ ആ മൈത്രേയ മഹർഷി ജനങ്ങൾക്ക് നന്മ ഉണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ജനങ്ങൾക്കൊക്കെ ലോകമംഗളം ആഗ്രഹിച്ചിട്ട് വിതുരരെ ആദരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. മൈത്രേയ ഉവാച, മൈത്രേയർ പറയണു, എന്താ പറയണത്? സാധു പൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധ്വനുഗൃഹത കീർത്തിം വിതന്വത ലോകേ ആത്മനോധോക്ഷജാത്മനഃ. സാധു പൃഷ്ടം, നന്നായി, അല്ലയോ സാധോ, അല്ലയോ സുചരിത, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനെ, സജ്ജനങ്ങളിൽ കേമനായിട്ടുള്ളവനെ, അധോക്ഷജ ആത്മനഃ, ആത്മനഃ കീർത്തിം ലോകേ വിതന്വത, എന്താ പറഞ്ഞത്? അധോക്ഷജാത്മനഃ, അധോക്ഷജൻ ഭഗവാൻ, അധോക്ഷജ ആത്മനഃ, ശ്രീഹരിയിൽ മനസ്സൂന്നിയിരിക്കുന്ന എന്നർത്ഥം. അല്ലയോ സാധോ, അങ്ങയുടെ ഈ ചോദ്യം ലോകത്തിന് അനുഗ്രഹത്തിനും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനായ ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നതിനും ഇതിനെ വിസ്തരിക്കുന്ന അങ്ങയുടെ കീർത്തി നിലനിൽക്കുന്നതിനും കാരണമായിരിക്കുന്നതിനാൽ ഏറ്റവും ഉചിതം തന്നെയാണ് എന്നർത്ഥം. അങ്ങ് ചോദിച്ചത് വളരെ നന്നായി. അങ്ങ് ചോദിക്കുന്നത് ലോകമംഗളമാണ്. ഈ ചോദ്യം കൊണ്ട് ലോകത്തിന് ഉപകാരമാണ് ഉണ്ടാവുക എന്നർത്ഥം. ജനങ്ങൾക്ക് നന്മ കൊടുക്കുന്നതാണ്, അത്യന്തം പ്രയോജനകരമാണ്. അതുകൊണ്ട് വിതുരനെ അഭിനന്ദിച്ചുകൊണ്ട് മൈത്രേയ മഹർഷി പറയുകയാണ്, നല്ലവനായ വിതുര, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി, ലോകത്തിന് മുഴുവൻ പ്രയോജനമാണ് അങ്ങ് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. മനസ്സെപ്പോഴും ഈശ്വരനിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അങ്ങ്, എന്താണ്? അധോക്ഷജാത്മനഃ, അങ്ങ് ഇങ്ങനെ ചോദിച്ചതിൽ ആശ്ചര്യം ഇല്ല എന്നാണ് പറയണത്. നൈതച്ചിത്രം ത്വയി ക്ഷത്ര ബാദരായണ വീര്യജേ. നൈതച്ചിത്രം, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നർത്ഥം അങ്ങ് അങ്ങനെ ചോദിച്ചതിൽ. നൈതച്ചിത്രം ത്വയി ക്ഷത്ര ബാദരായണ വീര്യജേ ഗൃഹീതോ അനന്യഭാവേന യത്വയാ ഹരിരീശ്വര. നൈതച്ചിത്രം ന ഏതത് ചിത്രം, ഇത് അദ്ഭുതമല്ല, ഇത് ത്വയാ ഈശ്വര ഹരിഹി, അങ്ങയാൽ ഈശ്വരനായ ശ്രീഹരി അനന്യഭാവേന ഗൃഹീത. വ്യാസൻ്റെ പുത്രനായ അങ്ങ്, വ്യാസന ലോകത്തെ എത്ര അനുഗ്രഹിച്ചാലും മതിയാവില്ല. ആ ഒരു സ്വഭാവം അങ്ങേക്കും കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ്. ഭഗവാന്റെ അനന്യഭക്തനാണല്ലോ അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് ഇങ്ങനെ ലോകനന്മയ്ക്കായിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിൽ അത്ഭുതമില്ല. വിതുരയുടെ അച്ഛനാരാണ്? വ്യാസരാണ്. വ്യാസൻ്റെ മക്കളാണ് ഇവരൊക്കെ, ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരൻ, പിന്നെ ശ്രീശുകൻ. ശരിക്കും പറഞ്ഞാൽ ഈ കഥയൊക്കെ വ്യാസരുടെ മക്കളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയ്ക്കും കാരുണ്യമുള്ള വ്യാസരുടെ പുത്രനല്ലേ അങ്ങ്, അങ്ങേക്കും ആ സ്വഭാവം ഇല്ലാണ്ടിരിക്കുമോ എന്നാണ്. മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാസംയമനോ യമഃ ഭ്രാതുഃ ക്ഷേത്രേ ഭുജിഷ്യായാം ജാതഃ സത്യവതീ സുതാത്. മാണ്ഡവ്യശാപാത് ഭഗവാൻ, പ്രജാസംയമനഃ ഭഗവാൻ
യമഃ മാണ്ഡവ്യശാപാത് സത്യവതീസുതാത് ഭ്രാതുഃ ക്ഷേത്രേ ഭുജിഷ്യായാം ജാതഃ. ഇങ്ങനെയാണ് വിതുരൻ ആരാന്നുള്ളത് പറയണം. പ്രജാസംയമനഃ, ജനങ്ങളുടെ നീതിപൂർവം ദണ്ഡനം ചെയ്ത് നിയന്ത്രിക്കുന്ന ആ സർവജ്ഞനായ യമൻ ഭഗവാൻ യമഃ മാണ്ഡവ്യശാപാത്, മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കൊണ്ട് സത്യവതീസുതാത്, സത്യവതിയുടെ സുതനായി ആണ്, സത്യവതീസുതാത്, സത്യവതിയുടെ പുത്രനായ വ്യാസനിൽ നിന്ന് ഭ്രാതുഹു ക്ഷേത്രേ, തൽ സഹോദരനായ വിചിത്രവീര്യൻ്റെ ഭാര്യയുടെ നിലയിലുള്ള ഭുജിഷ്യായാം ദാസിയിൽ ജാതഃ ജനിച്ചതാകുന്നു. മാണ്ഡവ്യശാപം നിമിത്തം പ്രജകളെ ന്യായമനുസരിച്ച് ദണ്ഡിക്കുന്ന ഭഗവാനായ യമൻ സഹോദരൻ്റെ ഭാര്യയായ ദാസിയിൽ സത്യവതി സുതനായ വ്യാസനിൽ നിന്ന് ജനിച്ചു. മാണ്ഡവ്യമുനിയുടെ ശാപം കൊണ്ട് യമൻ ശൂദ്രനായി ജനിച്ച കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു കഥ വളരെ പ്രസിദ്ധമാണ്. ഭാഗവത്തിൽ അത് വിസ്തരിക്കണമൊന്നുമില്ല. ബാലനായിരുന്ന കാലത്ത് ഈച്ചയെ ദർഭമുനയിൽ കോർത്ത് രസിച്ചതിന് ശിക്ഷയായിട്ട് മാണ്ഡവ്യമുനിയെ ശൂലത്തിൽ തറച്ചു വധിക്കാൻ യമൻ വിധിച്ചു എന്നാണ്. മാണ്ഡവ്യമുനി കുട്ടിക്കാലത്ത് ഈച്ചയെ സൂചി കൊണ്ട് കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പുറപ്പെട്ടു. ആ സമയത്ത് മാണ്ഡവ്യമുനി ചോദിച്ചു, ബാല്യത്തിൽ അറിവില്ലാത്ത കാലത്ത് ചെയ്തതല്ലേ, അന്ന് ചെറുപ്രായം, അധികം വയസ്സായിട്ടില്ല, ചെറുപ്രായത്തിൽ ചെയ്തു പോയ കുറ്റത്തിന് കഠിനമായ ശിക്ഷ, അത് ശരിയാണോ? അറിവില്ലാത്ത സമയത്ത് ചെയ്തതല്ലേ ഇത്. അതുകൊണ്ട് അറിവില്ലാത്ത സമയത്ത് ആ ഒരു 3-4 വയസ്സ് സമയത്ത് ചെയ്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ആ കർമ്മത്തിന് ഫലമില്ലാണ്ട് ഇല്ല. അങ്ങനെ ആ സമയത്ത് കുട്ടി തെറ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം രക്ഷിതാവിനാണെന്നാണ്, അമ്മയ്ക്കും അച്ഛനുമാണ്, കുട്ടിക്കല്ല. അത്രയും കരുതണം എന്നർത്ഥം. പക്ഷേ മാണ്ഡവ്യനെ ശിക്ഷിച്ചു. അങ്ങനെ മാണ്ഡവ്യൻ ശപിച്ചു ഈ യമധർമ്മനെ. അങ്ങനെ യമൻ ഭൂമിയിലെ ശൂദ്ര സ്ത്രീയിൽ ജനിച്ച് 100 വർഷം ജീവിക്കട്ടെ, ഇതാണ് ശാപം. അതിൻ്റെ ഫലമായിട്ട് വിചിത്രവീര്യൻ്റെ ഭാര്യയായിരുന്ന ദാസിയിൽ വ്യാസനുണ്ടായ പുത്രനാണ് വിതുരൻ. അതാണ് ഇവിടെ വർണ്ണിച്ചത്. മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാസംയമനോ യമഃ ഭ്രാതുഃ ക്ഷേത്രേ ഭുജിഷ്യായാം ജാതഃ സത്യവതീസുതാത് എന്ന്. ഭവാൻ ഭഗവതോ നിത്യം സമ്മതസ്സാനുഗസ്യ ചായസ്യ ജ്ഞാനോപദേശായ മാദിശത് ഭഗവാൻ വ്രജൻ. ഭവാൻ ഭഗവതോ നിത്യം സന്മതഃ സാനുഗസ്യ ച, ഭഗവാൻ വ്രജൻ യസ്യ ജ്ഞാനോപദേശായ മാ ആദിശത് ഭവാൻ സാനുഗസ്യ ഭഗവതഃ നിത്യം സന്മതഃ ച. ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്രജൻ യസ്യ, യാത്രയാകുമ്പോൾ, യസ്യ യാതൊരാൾക്ക് ജ്ഞാനോപദേശം ചെയ്യുവാൻ വേണ്ടി മാം എന്നോട് ആദിശത്ത് ആജ്ഞാപിച്ചുവോ ഭവാൻ സാനുഗസ്യ ഭഗവതഃ നിത്യം സമ്മതഃ ച. അങ്ങനെയുള്ള അങ്ങ് ഭഗവാൻ ഏതു കാലത്തും പ്രിയപ്പെട്ടവനായിരിക്കണം. അങ്ങയോട് ഒരുമിച്ച് തന്നെ സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീഹരിക്ക് അങ്ങ് എപ്പോഴും സമ്മതം തന്നെ, അതിൽ സംശയമില്ല. ഭൂലോകം വിട്ടുപോകാൻ ഭാവിച്ച കൃഷ്ണഭഗവാൻ അങ്ങയ്ക്ക് പരമാർത്ഥജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചില്ലേ, അതെന്ന് മനസ്സിലാക്കാം ഭഗവാന് അങ്ങയോടുള്ള ആ ഒരു താല്പര്യം, സ്നേഹം എന്നർത്ഥം. ഭഗവാന് പ്രിയപ്പെട്ടവനാണ് അങ്ങ്. അതിനാണല്ലോ ഈ ലോകത്ത് നിന്ന് അന്തർധാനം ചെയ്യുന്ന ഭഗവാൻ അങ്ങേക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചത്. ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായവനും മായയിൽ കൂടെ പ്രകടമായി തീരുന്നവനുമായ ഭഗവാന്റെ ലീലകളെ ഞാൻ അങ്ങേക്ക് വർണ്ണിച്ചു തരാം. അഥതേ ഭഗവല്ലീല യോഗമായോപബൃംഹിതാഃ വിശ്വസ്ഥിത്യുദ്ഭവാന്താർത്ഥ വർണ്ണയാമ്യനുപൂർവശഃ. അഥതേ, ഇനി അങ്ങേക്ക് യോഗമായോപബൃംഹിതഃ, യോഗമായ പ്രഭാവത്താൽ അഭിവൃദ്ധി പ്രാപിച്ചവയും
വിശ്വസ്ഥിത്യുദ്ഭവാന്താർത്ഥ ആണ്. വിശ്വത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ആണ് സംഹാരം. വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന പ്രയോജനത്തോടു കൂടിയതുമായ ആ ഭഗവാന്റെ ലീലകളെ എന്നാണ്. ഭഗവല്ലീല അങ്ങയ്ക്ക് ഞാൻ ക്രമത്തിൽ പറഞ്ഞു തരാം എന്നാണ്. അനുപൂർവശഃ വർണ്ണയാമി, ക്രമേണ ഓരോന്നായിട്ട് ഞാൻ അങ്ങയ്ക്ക് വർണ്ണിച്ചു തരാം. മൈത്രേയ മഹർഷി വിതുരയുടെ ചോദ്യങ്ങളെ അഭിനന്ദിച്ചു. അംഗീകരിച്ചതിന് ശേഷം സർവേശ്വരൻ്റെ ആ ഭഗവാന്റെ സൃഷ്ടിലീലകളെ വർണ്ണിക്കാൻ പോകുന്നു. അതിനാദ്യമായി സൃഷ്ടിക്ക് മുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു എന്ന് കാണിക്കുകയാണ്. അതാണ് 23-ാമത്തെ ശ്ലോകത്തിൽ. ഭഗവാനേക ആസേദമഗ്ര ആത്മാത്മനാം വിഭു ആത്മേച്ഛാനുഗതാവാത്മാനാനാമത്യുപലക്ഷണ. അനാനാമത്യുപലക്ഷണ അങ്ങനെയാണ് അവിടെ പദം. എന്താ പറയണത്? ഭഗവാനേക ആസേദമഗ്ര ആത്മാത്മനാം വിഭു. ഭഗവാൻ ഏക ആസ ഇദം അഗ്രേ ആത്മനാം വിഭു. ഇദം അഗ്രേ ആത്മനാം ആത്മാ വിഭു ഭഗവാൻ ഏകഃ ആസ. എന്താ പറയണത്? ഇദം അഗ്രേ ആത്മനാം. ഇതം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൃശ്യപ്രപഞ്ചം. ഈ ദൃശ്യപ്രപഞ്ചം അഗ്രേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പ് എന്നർത്ഥം. ആത്മനാം ആത്മാ വിഭു ഭഗവാൻ ഏകഃ ആസ. ഇവിടെ സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിയിൽ സൃഷ്ടിക്ക് മുമ്പ് ജീവന്മാരുടെ പ്രഭുവും ആത്മസ്വരൂപവും നാനാത്വബുദ്ധി നിമിത്തം ആ വിധത്തിൽ കാണപ്പെടാത്തവനും മായയിൽ ലയിച്ചിരിക്കുമ്പോഴും തനിക്ക് മായാബന്ധമില്ലാതിരിക്കണമെന്ന ഇച്ഛ കൊണ്ട് ഭഗവാൻ ഏകനായിട്ട് തന്നെ ഇരുന്നു. സൃഷ്ടിക്ക് ശേഷം നമ്മൾ ഈ കാണുന്ന ലോകം സൃഷ്ടിക്ക് മുമ്പ് ഭഗവാനിൽ തന്നെ അടങ്ങിയിരുന്നു എന്നർത്ഥം. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇദം അഗ്രേ ആത്മനാം ആത്മാ വിഭു ഭഗവാൻ ഏകഃ ആസ. ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് സമസ്ത ജീവന്മാരുടെയും കാരണസ്വരൂപവും ഉടമയും ആയ ആ പരമാത്മാവ് ഒന്നു മാത്രമായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ബോധം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാനിലായിരുന്നു എല്ലാം. പിന്നത് പ്രകടമായി എന്ന് മാത്രം. ആത്മാ ആത്മേച്ഛാനുഗതൗ അനാനാമത്യുപലക്ഷണ. ആത്മാ എന്ന് പറഞ്ഞാൽ ആ കേവല ആത്മതത്വം. ആത്മേച്ഛാനുഗതൗ സ്വേച്ഛാശക്തി, അതാണ് മായ. ആ മായയിൽ സ്വേച്ഛാശക്തി, ആ മായയിൽ വിലയിച്ചിരിക്കുന്ന വേളയിൽ അനാനാമത്യുപലക്ഷണ. ദ്രഷ്ടാവ്, ദൃശ്യം എന്നിങ്ങനെയുള്ള വിഭിന്ന പ്രതീതിയിലൂടെ ജ്ഞാപകമായിരുന്നില്ല. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരമാർത്ഥ വസ്തു ആത്മാവായ ഭഗവാൻ മാത്രം ആണ്. സൃഷ്ടിക്ക് ശേഷം കാണപ്പെടുന്ന ലോകം അത് ഏകനായ ഭഗവാനിൽ തന്നെയാണ്. ഏകനായും അതേസമയം മായയെ സ്വീകരിച്ച് ബഹുരൂപനായും കാണപ്പെടുന്നതിന് കാരണം ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ഇച്ഛ ആയ ആ മായയാണ്. ഭഗവാൻ ഏകനാണെങ്കിലും പലതായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ അതിന് കാരണം മായയാണെന്ന് താല്പര്യം. ഇനി ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ സ്വപ്നം എന്നാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൽ ആരേ ഉള്ളൂ? അവിടെ കിടക്കുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ സ്വപ്നത്തിൽ ഞാൻ പലതും കാണുന്നു. അപ്പം പലതായത് ആരാ? ഞാൻ തന്നെ. ഞാനല്ലാണ്ട് വേറൊന്നും അവിടെ ഇല്ല. അപ്പം പലതായിട്ട് കാണുന്നു. ഇതെങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ ഇതിന് കൃത്യം ഉത്തരമില്ല. അപ്പം അതിന് പറയുന്ന പേരാണ് മായ. എന്നാൽ അതുള്ളതാണോ? കാണുമ്പോൾ ഉള്ളതാണ്. എന്നാൽ വാസ്തവമാണോ? അല്ല. ഉണർന്നാൽ പോയി. ഉണർന്നാലും ആരുണ്ട്? ഉണർന്നാലും ഞാനുണ്ട്. ഞാനിന് മാറ്റമില്ല. അതുകൊണ്ട് ബോധം ഈശ്വരൻ ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സ്വപ്നം ഇല്ലാത്തതാണ്. ഇതുപോലെയാണ് പ്രപഞ്ചം. കാണുമ്പോൾ ഉള്ളതാണെങ്കിലും അറിവുണ്ടാകുമ്പോൾ ഇല്ലാണ്ടിയാവും.
വ്യക്തമായില്ലേ? സവാ ഏഷ തഥാ ദ്രഷ്ട നാപശ്യദൃശ്യമേകരാട്. സവാ ഏഷ തഥാ ദ്രഷ്ട നാപശ്യദൃശ്യമേകരാട്. മേനേ അസന്തമിവാത്മാനം സുപ്തശക്തിരസുപ്തദൃക്. സുപ്തശക്തി അസുപ്തദൃക്. സുപ്തശക്തി അസുപ്തദൃക്. സുപ്തശക്തി വിലീനമായ മായാദിശക്തികളോടുകൂടിയും അസുപ്തദൃക് വിലീനമാവാതെ ജാഗ്രതായി തന്നെ ഇരിക്കുന്ന ചേതന അല്ലെങ്കിൽ ചിച്ഛക്തി, ആ ചിച്ഛക്തിയോടുകൂടി വർത്തിച്ച സ വൈ ഏഷഃ തഥാ ദ്രഷ്ടാ ദൃശ്യം ന അപശ്യത് ഏകരാട് ആത്മാനം അസന്തം ഇവ മേനേ. സൃഷ്ടിക്ക് മുമ്പ് പരമാത്മാവായ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം, കാണുന്നവൻ, കാണപ്പെടുന്ന ദൃശ്യം, കാണൽ എന്ന ക്രിയ, ഈ മൂന്ന് ഭേദങ്ങളും ഉണ്ടായിരുന്നില്ല. മായാശക്തികളെല്ലാം ആ സമയത്ത് ഭഗവാനിൽ ലയിച്ചിരുന്നു. എന്നാൽ ജ്ഞാനശക്തി മാത്രം ലയിക്കാതെ ജാഗ്രതായി തന്നെ ഇരുന്നിരുന്നു. അപ്പോഴും ജ്ഞാനം അവിടെ ഉണ്ട്. ദൃശ്യങ്ങളൊന്നുമില്ലാത്തതിനാൽ ജ്ഞാനസ്വരൂപനായ പരമാത്മാവ് ആ സമയത്ത് തന്നെയും ഇല്ലാത്തവനായി വിചാരിച്ചു, ശൂന്യമായി വിചാരിച്ചു. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ഉറക്കം. ഉറക്കത്തിലൊന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഒന്നും അറിയുന്നില്ല എന്ന് കരുതി ഞാനില്ല എന്ന് പറയരുത്. പക്ഷെ നമ്മൾ പറയും, ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനില്ല. അങ്ങനെ പറയരുത്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ആരറിഞ്ഞു? ശരിയാണ്, ഞാനുണ്ടവിടെ. ഒന്നും പ്രപഞ്ചം അറിയുന്നില്ല, സത്യമാണ്. ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, തൊടുന്നില്ല, വാസനിക്കുന്നില്ല. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ദൃശ്യങ്ങളൊന്നുമില്ല, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല. പക്ഷെ അവിടെയും അറിവുണ്ട്, ജ്ഞാനമുണ്ട്. ജ്ഞാനസ്വരൂപനായ പരമാത്മാവ് ആ സമയത്തും ഉണ്ട്. അപ്പം തന്നെയും ഇല്ലാത്തവനായിട്ട് വിചാരിച്ചു. മായ എന്നത് ദ്രഷ്ടാവായ പരമാത്മാവിൻ്റെ തന്നെ ശക്തിവിശേഷമാണ്. പരബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് മായ. ഞാനും എൻ്റെ വാക്കും പോലെ, തീയും അതിൻ്റെ ചൂടും പോലെ. തീ വേറെ ചൂട് വേറെ ആണോ? അല്ല. വേണമെങ്കിൽ അങ്ങനെ പറയാം. പ്രവർത്തിക്കുമ്പോൾ രണ്ടായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഒന്നാണ്. വിചാരം ചെയ്യുമ്പോൾ ഒന്നാണെന്ന് മനസ്സിലാവും. മായ അന്വേഷിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവും അത് ഭഗവാനിൽ നിന്ന് അനന്യമായ ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാവും. അപ്പം ഒരേ ഒരു ഭഗവാൻ സൂക്ഷ്മമായും സ്ഥൂലമായും പ്രകടമായി തീരുന്നു. അതിന് കാരണം മായയാണ്. മായ ഭഗവാന്റെ ശക്തിയാണ്. മായ കൊണ്ടാണ് സർവശക്തനായ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ജ്ഞാനാനന്ദപ്രകാശമായ ഭഗവാൻ ഏകൻ. ആ ഏകനായ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അന്യമായിട്ട് മറ്റൊന്നും ഇല്ലാത്തതിനാൽ കാണുന്നവൻ എന്ന നില അപ്പോൾ ഈശ്വരൻ ഇല്ലായിരുന്നു. കാരണം കാണുന്നവൻ എന്ന് പറഞ്ഞാൽ ദൃശ്യം വേണം. ഇതങ്ങനെ ദൃശ്യം ഇല്ലാത്തത് കൊണ്ട് കാണുന്നവെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കാണത്തക്ക പദാർത്ഥങ്ങളായി പരിണമിക്കുന്ന തൻ്റെ ശക്തിയായ മായ തന്നിൽ തന്നെ ലയിച്ചിരുന്നു. അതിനാൽ ആനന്ദസ്വരൂപനായ ഭഗവാന് കാണുന്നവൻ, കാഴ്ച, കാണപ്പെടുന്ന വസ്തു, ഇങ്ങനെ മൂന്ന് ഭാവങ്ങളില്ലാതിരുന്നു. ഭഗവാൻ ഏകൻ മാത്രം എന്ന് താല്പര്യം. നമ്മളുടെ ഉറക്കത്തെ എടുത്താൽ മതി. സ്വപ്നം കൂടി കാണാതുള്ള ഉറക്കം, അതായിരുന്നു പണ്ടവസ്ഥ. സൃഷ്ടിക്ക് മുമ്പ് അങ്ങനെയായിരുന്നു അവസ്ഥ. വ്യക്താവ്യക്തമിതം മേൽപ്പത്തൂർ പറയുന്നില്ലേ, വ്യക്തമായോ അവ്യക്തമായോ ഒന്നുമില്ലാത്തൊരവസ്ഥ. അതാണ് ഇവിടെ പറഞ്ഞത്. മേനയാസന്തം ഇവാത്മാനം സുപ്തശക്തിരസുപ്തദൃക്. സുപ്തശക്തി എന്ന് പറഞ്ഞാൽ വിലീനമായ മായാദിശക്തികളോടുകൂടിയും, അസുപ്തദൃക് എന്ന് പറഞ്ഞാൽ വിലീനമാവാത്ത ജാഗ്രതായി തന്നെ ഇരിക്കുന്ന ചിച്ഛക്തിയോടുകൂടിയും എന്നർത്ഥം. ദ്രഷ്ടാദൃശ്യം ന അപശ്യത്. ദ്രഷ്ടാവായിട്ട് ദൃശ്യത്തെ ദർശിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ ദ്രഷ്ടാവും ദൃശ്യവും ഒന്നുമില്ല. ദ്രഷ്ടാവെന്ന് പറയേണ്ടി വരുന്നത്, കാണുന്നവൻ എന്ന് പറയേണ്ടി വരുന്നത് കാഴ്ചയുള്ളപ്പോഴല്ലേ, ഒരു ദൃശ്യമുള്ളപ്പോഴല്ലേ. പലതുകളില്ല ആ സമയത്ത്. എന്തേ ഉള്ളൂ? ഉണ്മ മാത്രം, സത്ത് മാത്രം.
അതാണ് വർണ്ണിച്ചത്. 25-ാമത്തെ ശ്ലോകം. സാവാ ഏതസ്യ സന്ദ്രഷ്ടുഃ ശക്തിഃ സദസദാത്മികാ മായാ നാമ മഹാഭാഗാ യയേദം നിർമ്മമേ വിഭുഃ. സാവാ ഏതസ്യ സന്ദ്രഷ്ടുഃ ശക്തിഃ സദസദാത്മികാ മായാ നാമ മഹാഭാഗ യയേദം നിർമ്മമേ വിഭുഃ. മായാനാമ, മായ എന്നത് സന്ദ്രഷ്ടു ഏതസ്യ സദസദാത്മിക സാ വൈ ശക്തി മഹാഭാഗ വിഭുഃ യയാ ഇദം നിർമ്മമേ. മായാനാമ സന്ദ്രഷ്ടു, മായ എന്നത് സന്ദ്രഷ്ടു ഏതസ്യ സദസാത്മിക ദ്രഷ്ടാവായ, സന്ദ്രഷ്ടു പറഞ്ഞ ദ്രഷ്ടാവായ ഏതസ്യ ഈ ചിത് സ്വരൂപൻ്റെ, ഈ ചൈതന്യത്തിൻ്റെ സദസദാത്മിക കാര്യകാരണ സ്വരൂപത്തോടെ വർത്തിച്ച് ദ്രഷ്ടൃദൃശ്യങ്ങളെ അനുബന്ധിക്കുന്ന സാ വൈ ആ സുപ്രസിദ്ധമായ ശക്തി, ഇച്ഛാശക്തിയാണ്. മായ എന്നത് ആ ബോധത്തിൻ്റെ ശക്തിയാണെന്നർത്ഥം. നന്നായി നോക്കുന്നവനായ ഇവൻ്റെ കാര്യകാരണ സ്വരൂപമായ അല്ലെങ്കിൽ കാര്യകാരണ സ്വരൂപയായ പ്രസിദ്ധമായ ആ ശക്തിയെ മായ എന്ന് വിളിക്കുന്നു. സാവാ ഏതസ്യ സന്ദ്രഷ്ടു, ദ്രഷ്ടു പറഞ്ഞാൽ സാക്ഷിയായിട്ടിരിക്കുന്ന ചൈതന്യത്തിൻ്റെ, ഈ ചൈതന്യത്തിൻ്റെ പ്രസിദ്ധമായ ആ ശക്തിയെ മായ എന്ന് വിളിക്കുന്നു. മായാനാമ മഹാഭാഗ, മഹാഭാഗനായ വിഭു, ആ മായയെക്കൊണ്ട് യയേദം നിർമ്മമേ വിഭു, ആ മായയെക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചു. ആ ഭഗവാൻ തൻ്റെ ശക്തിയായ ഈ മായയെക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത്. ഇനി പറയുന്ന കാര്യം, ഈ പറഞ്ഞതും ഈ പറയുന്ന കാര്യമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ വഴിക്ക് നമ്മൾ സഞ്ചരിക്കുന്ന വേണം. കുറച്ചൊരു വേദാന്തം, അതിനോടൊരു താല്പര്യം, ആ വക വിഷയങ്ങളിൽ ശ്രദ്ധിച്ച് അത് കേട്ടാൽ മാത്രം മതിയോ ചോദിച്ചാൽ പോരാ. ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം, ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കണം, ഈ വിഷയങ്ങൾ മനനം ചെയ്യണം. ആ മനനത്തിലൂടെ വ്യക്തമാവേണ്ട വിഷയമാണ്, കേവലം പറയേണ്ട വിഷയമല്ല എന്നർത്ഥം. അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് ഇരുന്ന് ഈ ഭാഷകളൊക്കെ നമുക്കിതല്ലാണ്ട് വേറൊരു ഭാഷയിൽ പറയാനും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് മനനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുക, വിചാരം ചെയ്യാന്നർത്ഥം. കാലവൃത്യാതു മായായാം ഗുണമയ്യാമധോക്ഷജഃ പുരുഷേണ ആത്മഭൂതേന വീര്യമാധത്ത വീര്യവാൻ. കാലവൃത്യാ തു മായായാം, കാലവൃത്യാ തു ഗുണമയ്യാം മായായാം വീര്യവാൻ അധോക്ഷജഃ. കാലത്തിൻ്റെ വ്യാപാരത്താൽ ഗുണസ്വരൂപിണിയായ മായയിൽ ആത്മാവിൻ്റെ അംശമായ പുരുഷനെക്കൊണ്ട് തൻ്റെ വീര്യത്തെ ആധാനം ചെയ്തു. ഇങ്ങനെയാണല്ലോ സൃഷ്ടി വർണ്ണിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനായ ഈശ്വരൻ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഈശ്വരൻ അധോക്ഷജഃ പരമാത്മാവ് വീര്യം ആധത്ത, ചിദാഭാസസ്വരൂപമായ വീര്യത്തെ ആധാനം ചെയ്തു. ഏകനായിരുന്ന ഈശ്വരൻ ബഹുവിധമായി ഭവിക്കണമെന്ന് ഇച്ഛിച്ചു. ഏകനായ ഈശ്വരൻ ഞാൻ പലതാവട്ടെ എന്ന് സങ്കല്പിച്ചു. ആ ഇച്ഛയ്ക്ക് നമുക്ക് ഈക്ഷണം എന്ന് വിളിക്കാം. ഈക്ഷണം എന്ന് പറയും, അല്ലെങ്കിൽ ദർശനം എന്ന് പറയും. ഭഗവാൻ എപ്പോഴാണോ ഇച്ഛയുണ്ടായത് അപ്പോൾ ഈശ്വരനിൽ ലയിച്ചിരുന്ന ആ ശക്തി കാര്യമായും കാരണമായും ഭവിച്ചു. ഈ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. ഈ മായയെക്കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. തതോഭവൻ മഹത്തത്വമവ്യക്താത് കാലചോദിതാത് വിജ്ഞാനാത്മാ ആത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജൻ തമോനുദ. തതോഭവൻ മഹത്തത്വം അവ്യക്താത് കാലചോദിതാത്. തതഃ കാലചോദിതാത് അവ്യക്താത് മഹത്തത്വം അഭവത്. അവ്യക്തമായിരുന്ന ആ മായയിൽ നിന്ന് കാലശക്തിയുടെ വ്യാപാരം കൊണ്ട് അല്ലെങ്കിൽ പ്രേരണ കൊണ്ട് മഹത്തത്വമുണ്ടായി. അപ്പോൾ അവ്യക്തത്തിൽ നിന്ന് മഹത്തത്വം, അവ്യക്തം എന്ന് പറഞ്ഞാൽ മായ എന്ന് കൂട്ടിക്കോളൂ. കാലശക്തിയാൽ പ്രചോദിതമായ മായയിൽ നിന്ന് മഹത്ത് എന്ന ഭാവം ഉണ്ടായി, അതാണ് മഹത്തത്വം. എന്നിട്ടോ
വിജ്ഞാനാത്മാ തമോനുദ ആത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജൻ. വിജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയതും ഇരുട്ടിനെ നശിപ്പിക്കുന്നതുമായ ആ മഹത്തത്വം തൻ്റെ ശരീരത്തിലിരുന്ന വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നതായി ഭാവിച്ചു. ഇതൊക്കെ മനസ്സിന് പിടികിട്ടാൻ ഓരോ വിഷയങ്ങൾ പറയുകയാണ്. ആദ്യമേ പറഞ്ഞു, സൃഷ്ടിക്രമത്തിലൊക്കെ വ്യത്യാസമുണ്ട്, ഓരോ ശാസ്ത്രം ഓരോ തരത്തിൽ പറയുന്നു. അപ്പം തൽക്കാലം നമുക്കൊരു ഉത്തരം വേണ്ടേ, അതിനുവേണ്ടി പറയുകയാണ്. ഇവിടെ മായയ്ക്ക് വേറൊരു പേര് പറയുകയാണ്, അവ്യക്തം. ഭഗവാന്റെ ശക്തി അത് ഇന്ന വിധമെന്ന് പറയാൻ സാധിക്കില്ല, അതിനെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഭഗവാനിൽ നിന്ന് ഉണർന്ന ആ കാലശക്തിയുടെ വ്യാപാരം കൊണ്ട് മായയിൽ നിന്ന് അല്ലെങ്കിൽ അവ്യക്തത്തിൽ നിന്ന് രണ്ടാമത്തെ തത്വം ഉണ്ടായി. അത് എത്രയെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല, അതിൻ്റെ മാഹാത്മ്യം പറയാനും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അതിന് മഹത്ത് എന്ന് പേര്. അതാണ് മഹത്തത്വം. ഇനി വേറൊരു പേര് ബുദ്ധിതത്വം. ബുദ്ധിതത്വം എന്ന് പറയാം. അറിവാണ്, അതാണ് അതിൻ്റെ സ്വരൂപം. അറിവ് ജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റുന്നത് കൊണ്ട് പ്രകാശം എന്ന് പറയാലോ. അപ്പം അതുകൊണ്ട് മഹത്തത്വം അറിവും പ്രകാശവുമാണ്. അപ്പം മഹത്തത്വം അറിവാണ്, പ്രകാശമാണ്. എവിടുന്നാണ് ഈ മഹത്തത്വം ഉണ്ടായത്? അവ്യക്തത്തിൽ നിന്ന്. അവ്യക്തം അത് ബോധത്തിൽ നിന്ന്. ബോധത്തിൻ്റെ ശക്തിയാണ് മായ. ശരി. സോപ്യംശഗുണകാലാത്മാ ഭഗവത് ദൃഷ്ടിഗോചര ആത്മാനം വ്യകരോദാത്മാ വിശ്വസ്യാസ്യ സസൃക്ഷയ. സോപ്യംശഗുണകാലാത്മാ സഹ അപി അംശഗുണകാലാത്മാ. സോപി എന്ന് പറഞ്ഞാൽ അതാകട്ടെ, ആ മഹത്തത്വം ആവട്ടെ, അംശഗുണകാലാത്മാ ഈശ്വരാംശം, ഗുണം, കാലം എന്നിവയോട് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയതായിട്ട് ഈ ലോകത്തിന് കാരണഭൂതമായി. ഭഗവാന്റെ ഇച്ഛ, സൃഷ്ടി നടത്തണമെന്ന ഇച്ഛ കൊണ്ട് ആത്മാവിനെ വികാരമുള്ളതാക്കി. ഈ മഹത്തത്വത്തിൽ ഈശ്വരാംശമായ ജ്ഞാനം ഉണ്ട്. ഈ ജ്ഞാനരൂപത്തെ ചിദാഭാസൻ എന്ന് വിളിക്കും. ഈ ചിദാഭാസനാണ് സൃഷ്ടിക്കുള്ള, ലോകസൃഷ്ടിക്കുള്ള നിമിത്ത കാരണം. ചിദാഭാസൻ നിമിത്തമാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത്. ഈ മഹത്തത്വത്തിൽ സത്വാദി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ഗുണങ്ങളാണ് സൃഷ്ടിയുടെ ഉപാദാന കാരണം. സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്. ഗുണങ്ങളെ ഇളക്കുന്ന കാലമെന്ന ശക്തി ഈ മഹത്വത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ആ കാലമാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനുള്ള കാരണതത്വം. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഈ തത്വങ്ങളുടെ വികാസമുണ്ടായി. അതിന് വികാരം എന്ന് പേരിടാം. ഈ തത്വത്തെ അഹന്തത്വം എന്ന് വിളിക്കും. അഹന്തത്വത്തെ തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ലോകത്തെ സൃഷ്ടിക്കാൻ ഈശ്വരൻ സങ്കല്പിച്ചു, ആഗ്രഹിച്ചു. അങ്ങനെ ഈ വികാരങ്ങളും തത്വങ്ങളും വികസിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം അത് ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് പറയാം. നോക്കാം. മഹത്തത്വാദ് വികുർവാണാദഹം തത്വം വ്യജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയ മനോമയ. മഹത്തത്വാദ് വികുർവാണാദഹം തത്വം വ്യജായത. വികുർവാണാത് മഹത്തത്വാദ് അഹം തത്വം വ്യജായത. വികാരത്തെ പ്രാപിച്ചിരിക്കുന്ന മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വം എന്നു പേരുള്ള തത്വം ഉണ്ടായി. ഭൂതേന്ദ്രിയ മനോമയ കാര്യകാരണകർത്താത്മാ. കാര്യം, കാരണം, കർത്താവ് എന്നിവയുടെ സ്വരൂപമായിരിക്കുന്ന ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയും ഇതിൻ്റെ രൂപം തന്നെയാണ്. വികാരം പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി.
പഞ്ചഭൂതങ്ങൾ, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, പിന്നെ ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ രൂപത്തിൽ പരിണമിച്ച അഹങ്കാരതത്വം, കാര്യം, കാരണം, കർത്താവ് എന്നിവയ്ക്ക് ആധാരമായി തീർന്നു. അതാണ് വർണ്ണിച്ചത്. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വികാരവിശേഷങ്ങളിലുള്ള അഹന്തത്വം അത് കാര്യം, കാരണം, കർത്താവ് എന്നിവയ്ക്ക് ആധാരമായിരിക്കുന്നു. മഹത്തത്വത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അഹന്തത്വം അല്ലെങ്കിൽ അഹങ്കാരം എന്ന തത്വം ആകാശാദി ഭൂതങ്ങളുടെയും ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളുടെയും മനോമയങ്ങളായ തദധിഷ്ഠാന ദേവതകളുടെയും സൂക്ഷ്മസത്തയാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ ഉപാധികളായ കാര്യ, കാരണ, കർത്തൃത്വങ്ങൾക്ക് ഇത് ആസ്പദമായിരിക്കുന്നു. കാര്യം എന്ന ശബ്ദം കൊണ്ട് അധിഭൂതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന ശബ്ദം കൊണ്ട് അധിഭൂതവും, കാരണം എന്ന ശബ്ദം കൊണ്ട് അധ്യാത്മവും, കർത്തൃ എന്ന ശബ്ദം കൊണ്ട് അധിദൈവവുമാണ് സൂചിപ്പിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞതിന് വിഷയം ആകാശാദി ഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങളെയാണ് കാര്യം എന്ന് പറയുന്നത്. കാരണശബ്ദത്തിനെ സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളെ ആണ്, അതിനെ അധ്യാത്മം എന്ന് പറയുന്നു. പിന്നെയോ ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കുന്ന ദേവന്മാരെയാണ് അധിദൈവം എന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. കുറേ പദങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ ഇനി ഇത് വ്യവഹരിക്കുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചാലേ സാധിക്കുള്ളൂ. ഇനി അഹന്തത്വത്തിൻ്റെ പിരിവുകളെ പറ്റിയാണ് വിവരിക്കുന്നത്. 30ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ അഹം തത്വാദ് വികുർവാണാൻ മനോവൈകാരികാദഭൂത് വൈകാരികാശ്ച യേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യതഃ. വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ അഹം വൈകാരികഃ തൈജസഃ ച താമസഃ ച ഇതി ത്രിധാ വികുർവാണാത്. അഹം എന്ന് പറഞ്ഞാൽ അഹന്തത്വം എന്നർത്ഥം. ഈ അഹന്തത്വം വൈകാരികം എന്ന് പറഞ്ഞാൽ സാത്വികം തന്നെയാണ്. ശ്രദ്ധിക്കണം. ആ പേരുകളൊക്കെ പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. വൈകാരികം എന്ന് പറഞ്ഞാൽ സാത്വികം, തൈജസം എന്ന് പറഞ്ഞാൽ രാജസം, താമസം എന്ന് പറഞ്ഞാൽ താമസം തന്നെ. അപ്പോൾ സാത്വികം, രാജസം, താമസം അത് തന്നെയാണ് വൈകാരികം, തൈജസം, താമസം എന്ന് പറയുന്നത്. അപ്പം വൈകാരിക തൈജസഃ ച താമസഃ ച എന്ന് പറഞ്ഞാൽ സാത്വികമെന്നും രാജസമെന്നും താമസമെന്നും, സാത്വികാഹങ്കാരമെന്നും രാജസാഹങ്കാരമെന്നും താമസാഹങ്കാരമെന്നും മൂന്നായി പിരിഞ്ഞു. വികാരം പ്രാപിച്ച വൈകാരികാത് സത്വഗുണപ്രധാനമായ അഹന്തത്വാത്. അതിലെ സത്വഗുണപ്രധാനമായ അഹന്തത്വത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? മനഃ അഭൂത്, മനസ്സുണ്ടായി. സത്വഗുണപ്രധാനമായ അഹന്തത്വത്തിൽ നിന്ന് മനസ്സുണ്ടായി. യേ ദേവാഹ ച വൈകാരികാഹ അർത്ഥാഭിവ്യഞ്ജനം യതഃ. യേ ദേവാഹ ച യാതൊരു ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും വൈകാരികാഹ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായവയാണ്. അഹന്തത്വം മൂന്നായി പിരിഞ്ഞു: സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അപ്പോൾ അതിലെ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. സത്വഗുണം പരിശുദ്ധമായതിനാൽ അതിൽ നിന്ന് ദേവന്മാരുണ്ടായി. ഇന്ദ്രിയ ദേവതമാരുള്ളത് കൊണ്ടാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതൊക്കെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ദേവതമാർ ഇരിക്കുന്നത് കൊണ്ടാണ്. വൈകാരികാഹ അർത്ഥാഭിവ്യഞ്ജനം യതഃ. ശബ്ദാദി വിഷയങ്ങളുടെ അഭിവ്യക്തി ഉണ്ടാവാൻ കാരണം ഈ ദേവതകളാണ് എന്നർത്ഥം. നോക്കാം അടുത്തത്. തൈജസാനിന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാദിഃ യതഃ ഖം ലിംഗമാത്മനഃ. തൈജസാനിന്ദ്രിയാണ്യേവ, തൈജസാനി ഇന്ദ്രിയാണി ഏവ, ജ്ഞാനകർമ്മമയാനി ച ഇന്ദ്രിയാണി തൈജസാനി ഏവ. രജോഗുണപ്രധാനമായിരിക്കുന്ന ആ അഹന്തത്വത്തിൽ നിന്ന് അറിവിനും പ്രവൃത്തിക്കും കാരണഭൂതങ്ങളായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ശ്രദ്ധിക്കണം. രജോഗുണപ്രധാനമായിരിക്കുന്ന അഹന്തത്വത്തിൽ നിന്ന് തൈജസാനി ഏവ, രജോഗുണപ്രധാനമായ അഹം തത്വത്തിൽ നിന്ന്
എന്തുണ്ടായി? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ഇനിയോ താമസഹ, തമോഗുണ പ്രധാനമായിരിക്കുന്ന അഹന്തത്വത്തിൽ നിന്ന് ആകാശാദി സ്ഥൂലഭൂതങ്ങളും ശബ്ദാദി സൂക്ഷ്മഭൂതങ്ങളും ഉണ്ടായി. യതഃ ഖം ആത്മനഃ ലിംഗം, ശബ്ദഗുണമായിരിക്കുന്ന ആകാശം, പഞ്ചഭൂതങ്ങളിലൊന്നാണ് ആകാശം, അതിൻ്റെ ഗുണം ശബ്ദമാണ്. ശബ്ദഗുണമായിരിക്കുന്ന ആകാശമാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായ പരമതത്വം. നമുക്ക് ബ്രഹ്മം ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ പറയാൻ സാധിക്കുന്നത് ആകാശമാണ്. ആകാശം പോലെ എന്ന് പറയാം. എല്ലാത്തിനും അവകാശം കൊടുക്കുന്നത് ആകാശമാണ്. ആകാശത്തിലാണ് എല്ലാം. എല്ലാം നമുക്ക് അവിടെ എത്തിക്കാം. ഇതെല്ലാം എവിടെ നിൽക്കുന്നു? ആകാശത്തിൽ. എല്ലാത്തിനും അടിസ്ഥാനം ആകാശം. ഒരു ചോദ്യം, ആകാശം എവിടെ നിൽക്കുന്നു? ആകാശം എവിടെ നിൽക്കുന്നു? അതറിയുന്നവൻ്റെ ബോധത്തിൽ നിൽക്കുന്നു. അപ്പോൾ ആകാശത്തിനും അടിസ്ഥാനം ബോധമാണ്, ആത്മാവാണെന്നർത്ഥം. കാലമായാംശയോഗേന ഭഗവദ് വീക്ഷിതം നഭഃ നഭസോനുസൃതം സ്പർശം വികുർവൻ നിർമ്മമേനിലം. കാലമായാംശയോഗേന ഭഗവദ് വീക്ഷിതം നഭഃ. കാലമായാംശയോഗേന, കാലം, മായ, അതുപോലെ ചിതാഭാസം എന്നിവയുടെ ചേർച്ചയോടുകൂടിയ നഭഃ ആകാശം, കാലം, മായ, അതുപോലെ ഭഗവാന്റെ അംശം ഇവ ആകാശത്തോട് ചേർന്നപ്പോൾ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അതിൽ നിന്ന് സ്പർശമുണ്ടായി. അത് വികാരത്തെ പ്രാപിച്ചപ്പോൾ വായുവായി തീർന്നു. സ്പർശം എന്ന തന്മാത്ര ഉണ്ടായി, അത് വികാരം പ്രാപിച്ചപ്പോൾ വായുവായി മാറി. അനിലോപി വികുർവാണോ നഭസോരുബലാന്വിതഃ സസർജ രൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം. വായുവിന് വികാരം ഉണ്ടായപ്പോൾ, അനിലോപി, അനിലം വായു, വായുവിന് വികാരം ഉണ്ടായപ്പോഴോ വായുവും ആകാശവും കൂടി ചേർന്ന് അധിക ബലമുണ്ടായി. ആ വായുവിൽ നിന്ന് രൂപതന്മാത്രയോടുകൂടിയ തേജസ്സുണ്ടായി. ഇതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്, തേജസ്. ആ തേജസ് തന്നെയാണ് അഗ്നി. ജ്യോതിഹി ലോകസ്യ ലോചനം ആണ്. ജ്യോതിഹി, തേജസ് എന്ന ആ ഭൂതത്തെ സസർജ സൃഷ്ടിച്ചു. ലോകസ്യ ലോചനം, ലോകത്തിൻ്റെ പ്രകാശം ആകുന്ന ആ അഗ്നി ഉണ്ടായി. അനിലേനാന്യുതം ജ്യോതിഹി വികുർവത് പരവീക്ഷിതം ആധത്താംഭോ രസമയം കാലമായാംശയോഗതഃ. അനിലേനാന്വിതം ജ്യോതിഹി വികുർവത് പരവീക്ഷിതം. ഈ ജ്യോതിസ്, ഈ അഗ്നി വായുവിനോട് കൂടി ചേർന്നപ്പോൾ കാലം, മായ, അംശം ഇവിടെ ചേർച്ച നിമിത്തം തേജസ്സിൽ നിന്ന് രസമയമായ ജലമുണ്ടായി. ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപഹ അദ്ഭ്യ പൃഥിവി. ഇതാണ് സൃഷ്ടി. അതാണ് ഇപ്പോൾ ഇവിടെ വർണ്ണിക്കുന്നത്. ആദ്യം തന്മാത്ര ഉണ്ടായി, അതിൽ നിന്ന് ഭൂതമുണ്ടായി എന്ന് പറയുകയാണ്. ഇനിയോ ജ്യോതിഷാംഭോ അനുസംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണാമാധാത് കാലമായാംശയോഗതഃ. കാലമായാംശയോഗതഃ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ശ്ലോകത്തിലും കാണാം. താല്പര്യം കാലം, മായ, അംശം ഇവിടെ ചേർച്ച നിമിത്തമാണ് ഓരോന്നും ഉണ്ടാവുന്നത്. ഭഗവാന്റെ ആ ഒരു ശക്തി, ചിതാഭാസൻ, അതാണ് കാരണം. കാലം, മായ, ചിതാഭാസനായ ജീവൻ ഇവയുടെ സാന്നിധ്യത്തോടു കൂടിയ ആകാശം ഈശ്വരൻ്റെ ഈക്ഷണത്താൽ ഭഗവാൻ നോക്കിയ സമയത്ത് വികാരം പ്രാപിച്ച് സ്പർശത്തെ സൃഷ്ടിച്ചു എന്നാണ്. സ്പർശത്തിൽ നിന്ന് ആരുണ്ടായി? വായു ഉണ്ടായി. വായു എന്ന ഭൂതമുണ്ടായി. ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തോടും തൻ്റെ വിശേഷ ഗുണമായ സ്പർശത്തോടും കൂടിയ വായു രൂപത്തെ സൃഷ്ടിച്ചു എന്നാണ്. രൂപത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. വായുവിനോട് കൂടിയ അഗ്നി രൂപാന്തരം പ്രാപിച്ച് രസത്തെ സൃഷ്ടിച്ചു. രസത്തിൽ നിന്ന് ജലമുണ്ടായി. വ്യക്തമാവുന്നില്ലേ? എഴുതി വയ്ക്കാൻ എളുപ്പമുണ്ട്. എഴുതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യത കിട്ടും. ജ്യോതിഷാംഭോന് സംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണാമാധാത് കാലമായാംശയോഗതഃ. തേജസ്സിനോട് കൂടിയ ബ്രഹ്മത്താൽ കടാക്ഷിക്കപ്പെട്ടതും കാലം, മായ, അംശം എന്നിവയോടുകൂടിയതുമായ ജലം ഗന്ധത്തിൻ്റെ ഗുണത്തോടു കൂടിയ ഭൂമിതത്വത്തെ സൃഷ്ടിച്ചു.
എന്തപ്പം പറഞ്ഞത്? ആകാശഭൂതത്തിൽ നിന്ന് വായു ഉണ്ടായി, ആകാശത്തു നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആകാശം എവിടെ നിന്നുണ്ടായി? തസ്മാത് വാ ഏതസ്മാത് ആത്മനഃ ആകാശസംഭൂത. ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി. ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? ആകാശം എന്നൊന്ന് തോന്നി എന്ന് പറയാം. അപ്പം ഇതുവരെയും പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അധികമൊന്നും ഇവിടെ ഇല്ല, ഇതൊക്കെ പലതരത്തിൽ വ്യവഹരിക്കുകയാണ്, പല പദങ്ങൾ വെച്ച് പറയുകയാണ്. വാസ്തവത്തിൽ ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ, ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തിൽ ആകാശമുണ്ടെന്ന് തോന്നി. ആ ആകാശത്തിൽ നിന്ന് ആകാശാത് വായു, വായു ഉണ്ടെന്ന് തോന്നുന്നു, അഗ്നി ഉണ്ടെന്ന് തോന്നുന്നു, ജലമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വരികയാണ്. ഇങ്ങനെയാണ് സൃഷ്ടി. ഇത് പിന്നോട്ട് പോയാൽ ലയം. ഇതൊക്കെ ഒരു തോന്നലാണ്. വാസ്തവത്തിൽ ബോധം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞാൽ ശാന്തി, സമാധാനം. ഭൂതാനാം നഭ ആദീനാം യദ്യത് ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഃ. ഭവ്യ ഭൂതാനാം നഭ ആദീനാം. അല്ലയോ ഭവ്യ, മിടുക്ക എന്നൊക്കെ അർത്ഥം. അല്ലയോ സുചരിത, നല്ല സ്വഭാവമുള്ളവനെ. നഭ ആദീനാം ഭൂതാനാം യത് യത് അവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിദുഃ. ആകാശാദികളായ നഭ ആദീനാം ഭൂതാനാം, ഭൂതങ്ങളുടെ ഇടയിൽ യത് യത് അവരാവരം, യാതൊന്ന് പിന്നെ പിന്നെയായിട്ട് ഉണ്ടായി വന്നുവോ, തേഷാം അവയ്ക്ക് പരാനുസംസർഗാത് മുമ്പുണ്ടായവയോട് അനുക്രമത്തിലുള്ള സംബന്ധം മൂലം യഥാസംഖ്യം ഗുണാൻ വിദുഃ, അക്കണക്കിൽ അധികാധികം ഗുണങ്ങളെ അറിഞ്ഞുകൊള്ളുന്നു. പഴയ ഭാഷയാകുമ്പം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് മനസ്സിലാവും. ആകാശാദി പഞ്ചഭൂതങ്ങൾ, അപ്പോൾ അതിനെ കാര്യകാരണതയാ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. മുമ്പുണ്ടായത് പിന്നെ ഉണ്ടായതിൻ്റെ കാരണമായിരിക്കും. അപ്പോൾ കാരണത്തിൻ്റെ ഗുണം കാര്യത്തിലേക്ക് പകരും. അതായത് ആകാശത്തിൽ നിന്ന് ആകാശത്തിൻ്റെ ശബ്ദം എന്ന ഗുണം, ആകാശത്ത് നിന്ന് വായു ഉണ്ടാകുമ്പം വായുവിനും ഈ ശബ്ദം എന്ന ഗുണം ഉണ്ടാവും. ആകാശത്ത് നിന്ന് വരുന്നതല്ലേ വായു. അപ്പോൾ അതുകൊണ്ട് വായുവിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും ഉണ്ട്, തൻ്റെ ഗുണമായ സ്പർശവും ഉണ്ട്. അപ്പോൾ വായുവിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും തൻ്റെ ഗുണമായ സ്പർശവും ഉണ്ട്. ഇനി ആ വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. അപ്പോൾ അഗ്നിക്ക് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും ഉണ്ട്, വായുവിൻ്റെ ഗുണമായ സ്പർശവും ഉണ്ട്, പിന്നെ തൻ്റെ ഗുണമായ രൂപവുമുണ്ട്. വ്യക്തമായോ? എന്നോട് പറയാം. ആദ്യം ശബ്ദഗുണത്തിൽ നിന്ന് ആകാശമുണ്ടായി. അപ്പോൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതെങ്കിലും ശ്രദ്ധിക്കുക. ഇതങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഒക്കെ വ്യക്തമായി. ശബ്ദഗുണത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശത്തിൻ്റെ ഗുണത്തോടു കൂടിയ വായു ഉണ്ടായി, വായുവിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും തൻ്റെ ഗുണമായ സ്പർശവും ഉണ്ട്. വായുവിൽ നിന്ന് രൂപത്തിൻ്റെ ഗുണം കൊണ്ട് അഗ്നി ഉണ്ടായി. അഗ്നിക്ക് ശബ്ദം, സ്പർശം, രൂപം, ഈ 3 ഗുണങ്ങളുണ്ട്. അഗ്നിയിൽ നിന്ന് രസം കൂടിച്ചേർന്ന് ജലമുണ്ടായി. ജലത്തിന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഇത്രയും ഗുണങ്ങളുണ്ട്. ജലത്തിൽ നിന്നുണ്ടായ ഭൂമിക്കോ 4 ഗുണങ്ങളും കൂടാതെ സ്വന്തം ഗുണമായ ഗന്ധം ഇത്രയുണ്ട് എന്നർത്ഥം. ഏതേ ദേവാഃ കലാവിഷ്ണോഃ കാലമായാംശലിംഗിനഃ നാനാത്വാത് സ്വക്രിയാനീശാഃ പ്രോജുഃ പ്രാഞ്ജലയോ വിഭും. എന്താ പറയണത്? ഏതേ ദേവാഃ വിഷ്ണോഃ കലാഃ, വിശ്വവ്യാപിയായിരിക്കുന്ന വിഷ്ണുവിൻ്റെ, സർവേശ്വരൻ്റെ കലാഹ അംശങ്ങളും, കാലമായാംശലിംഗിനഃ, കാലം, മായ, അംശം എന്ന് പറഞ്ഞാൽ ചിതാഭാസം എന്നിവയുടെ ലക്ഷണങ്ങളായ വികാരവിക്ഷേപ ചേതനകളോടു കൂടിയവനുമായ ഏതേ ദേവാഹ, ഈ ദേവതകൾ, ഈ തത്വദേവതകൾ, നാനാത്വാത് സക്രിയാൻ ഈശാഹ, അന്യോന്യബന്ധമില്ലാത്തതുകൊണ്ട് അവർ വേറിട്ട് നിൽക്കുകയാണ്. സക്രിയാൻ ഈശാഹ പ്രാഞ്ജലയ വിഭും പ്രോജുഹു. ഇപ്പോൾ സൃഷ്ടി എന്ന കർമ്മം ഉണ്ടാവാൻ വേണ്ടി പ്രാഞ്ജലയ കൈകൂപ്പിക്കൊണ്ട് വിഭും, ആ സർവേശ്വരനെ, പ്രോജുഹു അവർ സ്തുതിച്ചു അല്ലെങ്കിൽ വാഴ്ത്തി. വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നുണ്ടായവരും കാലത്തിൻ്റെ ലക്ഷണമായ വികാരവും മായാലക്ഷണമായ വിക്ഷേപവും ഭഗവാന്റെ
അംശമായ ചൈതന്യവും ഉള്ള ഈ മഹദാദി തത്വങ്ങളുടെ അഭിമാനി ദേവന്മാർ അവരൊക്കെ വേറിട്ടിരിക്കുന്നത് കൊണ്ട് സൃഷ്ടി എന്ന കർമ്മം നടക്കുന്നില്ല. അപ്പം തങ്ങളുടെ നാനാത്വം കാരണം ഒന്നിനോടൊന്ന് യോജിക്കാതിരിക്കുന്നതിനാൽ പ്രപഞ്ച സൃഷ്ടി നടത്താൻ ആ ദേവതകൾ അശക്തരായിരുന്നു എന്ന് സാരം. അപ്പോൾ അവരുടെ കാരണമായ, അവരുടെ കാരണസ്വരൂപനായ, അവർക്കും അടിസ്ഥാനമായിരിക്കുന്ന പ്രഭുവിനെ, ആ വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ കൈകൂപ്പി നിന്നുകൊണ്ട് സ്തുതിച്ചു എന്നാണ്. എന്താ അവർ പറയണത്? ദേവാ ഊചുഹു നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം യന്മൂലകേതാ യതയോഞ്ജസോരു സംസാരദുഃഖം ബഹിരുത്ക്ഷിപന്തി ധാതർയതസ്മിൻ ഭവ ഈശജീവാഃ താപത്രയേണോപഹതാ ന ശർമ്മ ആത്മം ലഭന്തെ ഭഗവം സ്തവാഘ്രിച്ഛായാം സവിദ്യാമത ആശ്രയേമ മാർഗന്ധിയത്തെ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈഃ ഋഷയോ വിവിക്തേ യസ്യാഘമർഷോദസരിദ്വരായാഃ പദം പദം തീർത്ഥപദഃ പ്രപന്നാഃ. എന്താ അവർ പറയണത്? ദേവന്മാർ പറഞ്ഞു, നമാമതേ ദേവ പദാരവിന്ദം, ഹേ ദേവ, ആശ്രയിക്കുന്നവരുടെ താപത്തെ ശമിപ്പിക്കുന്ന കുടയ്ക്ക് തുല്യമായ അവിടുത്തെ പാതാരവിന്ദത്തെ ഞങ്ങളിതാ നമസ്കരിക്കുകയാണ്. പ്രപന്ന താപോപശമാതപത്രം, ആതപത്രം എന്ന് പറഞ്ഞാൽ കുട. പ്രപന്നന്മാരെ എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് അങ്ങയെ ആശ്രയിക്കുന്നവരുടെ വിഷമങ്ങളില്ലാതെയാക്കുന്ന, അവർക്ക് തള്ളു നൽകുന്ന കുടയാണ് അങ്ങയുടെ പാതാരവിന്ദം. അപ്പം ഇതിനെ ആശ്രയിച്ച് യോഗികൾ ഒരു പ്രയാസം കൂടാതെ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറുന്നു. കയ്യിൽ കുട പിടിച്ചു കഴിഞ്ഞാൽ വലിയ ചൂടിൽ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചാൽ അതിവേഗം സംസാരതാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നർത്ഥം. സംസാര ദുഃഖം ബഹി ഉക്ഷിപന്തി ധാതർയതസ്മിൻ ഭവ ഈശജീവാഃ താപത്രയേണോപഹത ന ശർമ്മ. അല്ലയോ ഈശ്വര, ഭഗവാനെ, ഈ സംസാരത്തിൽ അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിക്കാത്ത ജീവന്മാർ വല്ലാതെ ക്ലേശിക്കും. പലതരത്തിലുള്ള ദുഃഖങ്ങൾ അവർക്കുണ്ടാവും. താപത്രയേണോപഹത എന്നാണ്. താപത്രയം, ആധി ഭൗതികം, ആധി ദൈവികം, ആധ്യാത്മികം, ഇങ്ങനെ 3 തരത്തിലുള്ള താപങ്ങൾ. അത് 4 ഭാഗത്തു നിന്നും താടിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തു നിന്നും ഈ പലതരത്തിലുള്ള ദുഃഖങ്ങൾ, മാനസികമായിട്ടുള്ള പ്രയാസം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്നു അങ്ങയെ ആശ്രയിക്കാത്തവർ. അതുകൊണ്ട് ആ ആത്മാവിലിരിക്കുന്ന പരമാനന്ദം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിലുണ്ട് ഈശ്വരനെങ്കിലും ആ ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രീഭൂതരാവാത്തത് കൊണ്ട് അവർക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിനാൽ അല്ലയോ ഭഗവാനെ, സ്വരൂപാനന്ദത്തെ അനുഭവിക്കാനായി ആത്മം ലഭന്തേ ഭഗവം സ്തവ അഘ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമ. സ്വരൂപാനന്ദത്തെ അനുഭവിക്കാനായി വിദ്യയോടുകൂടിയിരിക്കുന്ന, വിദ്യയോട് ചേർന്നിരിക്കുന്ന അങ്ങയുടെ പാദഛായയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അറിവാകുന്ന അങ്ങയെ ഞങ്ങളിത് ആശ്രയിക്കുകയാണ്. മാർഗന്ധിയത്തെ മുഖപത്മനീടൈഃ ഛന്ദസ്സുപർണൈഃ ഋഷയോ വിവിക്തേ. അല്ലയോ ഭഗവാനെ, ഏകാന്തമായ ശുദ്ധസ്ഥാനങ്ങളിലിരുന്ന്, വിവിക്തേ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിലിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ധ്യാനത്തിലിരിക്കുന്ന ഋഷിമാർ അങ്ങയുടെ മുഖമാകുന്ന താമരപ്പൂവിനെ സ്വസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് വേദങ്ങളാകുന്ന പക്ഷികളുടെ സഹായത്തെ അവലംബിച്ച് യാതൊരു പാദപത്മത്തെ അന്വേഷിച്ചറിയുന്നുവോ, പരിശുദ്ധമായ ഏത് പാദത്തിൽ നിന്ന് പരമപവിത്രമായ ഗംഗാനദി ഉദ്ഭവിക്കുന്നുവോ ആ ദിവ്യപാദങ്ങളെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ്. പദം പദം തീർത്ഥപദ പ്രപന്നാഹ. മനോഹരമായൊരു വർണ്ണനയാണ്. ശരണം പ്രാപിച്ച ഭക്തന്മാരുടെ സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളെ, ഭഗവാന്റെ പാദത്തിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നതൊക്കെ, ഞങ്ങൾ നമസ്കരിക്കുന്നു. അവയെ ആശ്രയിച്ചിട്ടാണ് യോഗീശ്വരന്മാർ സംസാര ദുഃഖത്തെ എളുപ്പം
ഇല്ലാണ്ടിയാക്കുന്നത്. അല്ലയോ സൃഷ്ടികർത്താവായ പ്രഭോ, ആധ്യാത്മികമായിട്ടുള്ള ദുഃഖം, ആധി ഭൗതികം, ആധി ദൈവികം, ആധ്യാത്മികം, ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളെ കൊണ്ട് ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്മാർക്ക് അങ്ങേ അറിയാത്തതുകൊണ്ട് ഒരിക്കലും സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് ജ്ഞാനസ്വരൂപനായ അവിടുത്തെ ആ പാതാരവിന്ദഛായയെ, പാതാരവിന്ദമാകുന്ന തണലിനെ, ഈ സംസാരമാകുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങളിതാ ആശ്രയിക്കുന്നു. ഈ പക്ഷികളൊക്കെ കൂട്ടിലിരിക്കുന്നത് പോലെ വേദങ്ങളാകുന്ന പക്ഷികൾ അങ്ങയുടെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വേദങ്ങൾ വിശ്രമിക്കുന്നത് അങ്ങയുടെ മുഖകമലത്തിലാണ്. മുനിമാർ, ഋഷിമാർ, യോഗീശ്വരന്മാർ നിസ്സംഗമായി തീർന്ന മനസ്സിൽ വേദവാക്യങ്ങളെ കൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ പാദകമലങ്ങളെയാണ്. അവർ വേദവാക്യങ്ങൾ ഉച്ചരിച്ചും കൊണ്ട് ചിന്തിച്ചും കൊണ്ട് അങ്ങയുടെ പാദകമലങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ആ പാദകമലങ്ങൾ പാപം നശിപ്പിക്കുന്ന തീർത്ഥങ്ങളിൽ ഏറ്റവും കേമായിട്ടുള്ള തീർത്ഥം ഗംഗ. ആ ഗംഗ എവിടുന്നാണ് ഉത്ഭവിച്ചത്? അത് ഭഗവാന്റെ പാദത്തിൽ നിന്നാണ്. ആ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായ അങ്ങയുടെ പാതാരവിന്ദത്തെ ഞങ്ങളിതാ സർവാത്മന ശരണം പ്രാപിക്കുന്നു. യച്ഛ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്തിയാ സംമൃജ്യമാനേ ഹൃദയേവധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേ അംഘ്രിസരോജപീഠം. യച്ഛ്രദ്ധയാ, ശ്രദ്ധയാ, ശ്രുതവത്യാ, ഭക്തിയാ ച, ശ്രദ്ധയാലും ശ്രവണപൂർവകമായ ഭക്തിയാലും, വെറും ഭക്തിയല്ല, ശ്രവണപൂർവകമായ ഭക്തി, ഭക്തി ആദരവോടുകൂടി ഭാഗവതം കേട്ടിട്ടുള്ള ആ ഒരു ശ്രദ്ധ, ആ ഒരു ഭക്തി, അതിനെപ്പറ്റിയാണ് പറയണത്. ശ്രദ്ധയാലും ശ്രവണപൂർവകമായ ഭക്തിയാലും സംമൃജ്യമാനേ ഹൃദയേ, ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൽ, യത് അവധായ വൈരാഗ്യബലേന ജ്ഞാനേന ധീരാഹ തത് തേ അംഘ്രിസരോജപീഠം വർജേമ. ശ്രദ്ധയോടുകൂടി ഭഗവത് കഥാശ്രവണം നടത്തിയതിൽ നിന്നുണ്ടായ ഭക്തിയാൽ കാമക്രോധാദി ദോഷങ്ങൾ, വൈരാഗ്യബലേന വിഷയവിരക്തി, കാമക്രോധാദി ദോഷങ്ങൾ നശിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ആ മനസ്സിൽ, ഹൃദയത്തിൽ യാതൊരു ഭഗവാനെ ധ്യാനിച്ചതുകൊണ്ട് യോഗീശ്വരന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ, ധീരാഹ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്രജ്ഞന്മാർ അല്ലെങ്കിൽ യോഗീശ്വരന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ സ്വരൂപാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നുവോ അങ്ങനെയുള്ള ആ പാദപത്മത്തെ ഞങ്ങളിത് ആശ്രയിക്കുന്നു. അംഘ്രിസരോജപീഠം വ്രജേമ, അങ്ങനെയുള്ള പാദപത്മത്തെ ഞങ്ങളിതാ വ്രജേമ, ശരണം പ്രാപിക്കട്ടെ. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം. വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്ഥേ, ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര കാര്യങ്ങൾക്ക് വേണ്ടി കൃതാവതാരസ്യ, അവതാരങ്ങളെ സ്വീകരിച്ച അങ്ങയുടെ യത് പാദാംബുജം, പാദപത്മങ്ങളെ സ്മൃതം, സ്മരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സ്മരിച്ചാൽ, സ്വപുംസാം അഭയം, ആ സ്മരിക്കുന്ന ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്ന ആ പാദത്തെ ശരണം വ്രജേമ, ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. യത്സാനുബന്ധേ അസതി ദേഹഗേഹേ മമാഹമിത്യൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം. യത്സാനുബന്ധേ അസതി ദേഹഗേഹേ, സാനുബന്ധേ അസതി, ദേഹഗേഹേ, ദേഹത്തിലും ഗേഹത്തിലും, മമ അഹം ഇതി, എൻ്റേതെന്നും ഞാനെന്നുമുള്ള ഊഢ ദുരാഗ്രഹാണ്, ദുരാഗ്രഹം ഉറച്ചിരിക്കുന്ന, ഊഢപണ ഉറച്ചിരിക്കുന്ന ദുരാഗ്രഹങ്ങൾ, പുംസാം പുര്യാം, ജനങ്ങളുടെ ദേഹത്തിൽ തന്നെ, വസതഃ അപി, വസിക്കുന്നവനെങ്കിലും തേ, അങ്ങയുടെ യത് പദാംബുജം സുദൂരം തത് ഭജേമ, യാതൊരു പാദകമലമാണോ അകലെയായിരിക്കുന്നത് അതിനെ ഞങ്ങൾ ഭജിക്കട്ടെ. എന്താ പറയണത്? ബന്ധുക്കളിൽ, ഗൃഹത്തിൽ, ധനത്തിൽ, ഇങ്ങനെയുള്ള അനുബന്ധത്തോടു കൂടി
ശരീരത്തിലും ഗൃഹത്തിലും ഞാൻ എന്നും എൻ്റെതെന്നുമുള്ള ആ ഒരു അത്യാസക്തി ഉറച്ചിരിക്കുന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദുർജനങ്ങൾ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഗൃഹാസക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇല്ല പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷേ മലിനവാസനകൾ ധാരാളം ഉള്ളതുകൊണ്ട് അവരിൽ നിന്ന് ദൂരത്തിരിക്കുന്നത് പോലെ തോന്നും അവർക്ക് ഭഗവാൻ. അങ്ങനെയുള്ള അവർ അങ്ങയെ ഭജിക്കണില്ല, അങ്ങയെ അറിയുന്നില്ല. അങ്ങനെയുള്ള അങ്ങേക്ക് അങ്ങയുടെ ആ പാദകമലങ്ങളെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു, ഭജിക്കുന്നു. അതാണ് പറഞ്ഞത്. ഇപ്പോൾ വ്യക്തമായില്ലേ? താൻ വൈ ഹ്യസദ്വൃത്തിഭിരക്ഷിഭിര്യേ പരാഹൃതാന്തർമനസഃ പരേശ അധോ ന പശ്യന്ത്യുരുഗായ നൂനം യേ തേ പദന്യാസവിലാസലക്ഷ്മ്യാഃ. വളരെ വിസ്തരിച്ച് പറയാനില്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് ഒന്ന് വേഗത്തിൽ പോയത്. മാത്രമല്ല, അന്വയിക്കേണ്ട കാര്യമില്ലാണ്ട് തന്നെ നമുക്ക് ഈ ശ്ലോകം കേട്ടാൽ തന്നെ അർത്ഥം മനസ്സിലാവും ചെയ്യും. അതുകൊണ്ടാണ് ഒന്ന് വേഗത്തിൽ പോണത്. താൻ വൈ ഹി അസദ്വൃത്തിഭിः അക്ഷിഭിः യേ പരാഹൃതാന്തർമനസഃ പരേശ അഥോ ന പശ്യന്തി ഉരുഗായ നൂനം ഏതേ പദന്യാസവിലാസലക്ഷ്മ്യാഃ. പരേശ അല്ലയോ പരമേശ്വര, ഉരുഗായ യേ അസദ്വൃത്തിഭിः അക്ഷിഭിः, അസത്തുക്കളായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് അങ്ങയിൽ നിന്ന് ബഹുദൂരത്തിൽ വർത്തിക്കുന്നതിനാൽ, അസത് വിഷയങ്ങളിൽ പ്രവർത്തനം ചേർന്ന ഇന്ദ്രിയങ്ങളാൽ പരാഹൃതാന്തർ മനസ്സഹ അകലേക്കകറ്റപ്പെട്ട ആളുകളുടെ മനസ്സ്, അസത്തുക്കളായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് ഭഗവാനിന് ദൂരത്തായിരിക്കും അല്ലേ? ലോക വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സ് ഭഗവാനിന് വിട്ടു നിൽക്കും. ഭാഗവത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ലോക വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല. തിരിച്ചും ലോക വിഷയങ്ങളിലാണ് താല്പര്യമെങ്കിൽ ഭാഗവത്തിലും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അങ്ങയിൽ നിന്ന് ബഹുദൂരത്തിൽ വർത്തിക്കുന്നതിനാൽ അവിടുത്തെ സ്വരൂപത്തെ പല വിധത്തിൽ ഗാനം ചെയ്തുകൊണ്ട് ജ്ഞാനാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരെയും അവരറിയുന്നില്ല എന്നാണ്. അതാണ് പറഞ്ഞത്. അങ്ങയും അറിയുന്നില്ല, അങ്ങയുടെ ഭക്തന്മാരെയും അവരറിയുന്നില്ല എന്നാണ്. പദന്യാസ വിലാസലക്ഷ്മ്യാഃ യേ താൻ വൈ ന പശ്യന്തി. അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരെയും അവർ താൻ വൈ ന പശ്യന്തി, അവർ തീരെ കാണുകയില്ല, അറിയുന്നില്ല. നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പ്, തീർച്ചയാണ്. ജ്ഞാനാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരെയും അവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ താല്പര്യം വിഷയവൈരാഗ്യം വരുന്നവർക്ക് മാത്രമേ സത്സംഗം ലഭിക്കുള്ളൂ. ഭഗവത് ഭക്തന്മാരെ കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതാണ് വർണ്ണിച്ചത്. പാനേന തേ ദേവകഥാസുധായാ പ്രവൃദ്ധഭക്തിയാ വിശദ ആശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യ ബോധം യഥാഞ്ജസാന്വീയു അകുണ്ഠധിഷ്ണ്യം. ദേവാ തേ കഥാസുധായാ പാനേന, അല്ലയോ ദേവ, അങ്ങയുടെ കഥയാവുന്ന ആ സുധയുടെ പാനം കൊണ്ട് പ്രവൃദ്ധഭക്തിയാ, ഭക്തി കൊണ്ട് അധികരിച്ച ഭക്തി കൊണ്ട് ആരാണോ നിർമ്മലമായ അന്ധകരണത്തോട് കൂടിയവരായിത്തീരുന്നത്, വിശദാശയാഹ ശുദ്ധ അന്ധകരണന്മാരായിട്ട് ഭവിച്ചിട്ടുള്ളവർ ആരാണോ അവർ വൈരാഗ്യസാരം ബോധം പ്രതിലഭ്യ, അവർക്ക് വിഷയവിരക്തിയും ആണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി, അങ്ങയിൽ പരമപ്രേമവും തന്മൂലം വിഷയവിരക്തിയും ഒരു പ്രയാസവുമില്ലാതെ ലഭിക്കുന്നു എന്നാണ്. കഷ്ടപ്പെട്ട് വൈരാഗ്യം ഉണ്ടാക്കുകയല്ല, അത് സ്വാഭാവികമായിട്ട് വരികയാണ് ഭക്തി ഉള്ളതുകൊണ്ട്. അവർ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് നാശരഹിതമായ ആ വൈകുണ്ഠത്തെ കുണ്ഠതല്ലാത്ത അവസ്ഥ പ്രാപിക്കുന്നു. ഈശ്വരകഥാശ്രവണം കൊണ്ട്, ഭക്തി കൊണ്ടും, ആ ഭക്തി കൊണ്ട് വിഷയവിരക്തിയും, ആ വിരക്തിയിൽ നിന്ന് ജ്ഞാനവും. നോക്കണേ, പടിപടിയായിട്ട്. ഒന്നും അറിയാത്ത ഒരാളാണ്, ഒന്നും നിശ്ചയില്ല, എന്നാലും ഭഗവത് കഥയിൽ
അത് കേൾക്കണം എന്നൊരു തോന്നൽ ആദ്യം. കേട്ടാൽ മനസ്സിലാവുന്നില്ല, എന്നാലും സാരമില്ല, കേൾക്കണം എന്നൊരു തോന്നൽ ആദ്യം. അങ്ങനെ കേട്ടു, കുറച്ച് കുറച്ച് അങ്ങനെ കേൾക്കുമ്പോൾ ഭക്തി വളരെയാണ്, ഹൃദയത്തിലൊരു ഭക്തി ഉണ്ടായി. അങ്ങനെ ഭക്തിയിൽ മുന്നോട്ട് പോയപ്പോഴോ കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷയവിരക്തി, മറ്റ് വിഷയങ്ങളൊന്നും കേൾക്കാൻ മോഹമില്ല, അങ്ങനത്തെ ഒരവസ്ഥ. ലോക വിഷയങ്ങളോടൊന്നും താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധ ഉണ്ടാവും. അങ്ങനെയുള്ള ആ വിഷയവിരക്തി വന്ന മനസ്സിൽ ജ്ഞാനം തന്നെത്താൻ ഉറയ്ക്കും, അല്ലെങ്കിൽ തെളിഞ്ഞു വരും. ആ ജ്ഞാനം കൊണ്ട് മോക്ഷം ലഭിക്കും. അതാണ് വൈകുണ്ഠം. ഇതാണിപ്പം പറഞ്ഞത്. കഥാശ്രവണം കൊണ്ട് ഭക്തിയും, ഭക്തി കൊണ്ട് വിഷയവിരക്തിയും, വിരക്തിയിൽ നിന്ന് ജ്ഞാനവും, ജ്ഞാനത്താൽ മോക്ഷവും ലഭിക്കുന്നു. പിന്നെയോ തഥാപരേ ചാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാഃ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാന്നതു സേവയാതേ. തഥാപരേ ആണ്, തഥാ അപരേ ച ധീരാഃ ആത്മസമാധിയോഗബലേന ബലിഷ്ഠാം പ്രകൃതിം ജിത്വാ. ഭക്തിയോഗം കൊണ്ട് അങ്ങയെ പ്രാപിക്കുന്നത് പോലെ മറ്റു ചില ധീരന്മാർ ആത്മസമാധിയോഗബലേന, ആത്മസമാധിയോഗം കൊണ്ട് പ്രകൃതിയെ ജയിച്ചിട്ട് സർവേശ്വരനായ അങ്ങയെ പുരുഷം ത്വാം ഏവ വിശന്തി എന്നാണ്. സർവേശ്വരനായ അങ്ങയെ പ്രാപിക്കുന്നുണ്ട്. മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ധ്യാനയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നവർക്ക് കുറച്ച് ക്ലേശം അധികമുണ്ട് ആണ്. ക്ലേശോ അധികതര ആണ്. അങ്ങനെയുള്ളവർക്ക് ക്ലേശം കുറച്ച് അധികമുണ്ട്, ഗീതയിലും കാണത്. എന്നാൽ ഇവിടെ ഒരു ക്ലേശം ഇല്ലാതെ എളുപ്പത്തിൽ ഭക്തിമാർഗത്തിൽ അങ്ങയിലെത്താൻ എളുപ്പം സാധിക്കുന്ന അർത്ഥം. ഭക്തിമാർഗത്തെ ആശ്രയിക്കുന്നവർക്ക് അത്രയും പ്രയാസം ഉണ്ടാകുന്നില്ല. തേ സേവയ എന്ന അങ്ങയുടെ ഭജനത്താൽ, ഭക്തിയോഗം കൊണ്ട് ആ ക്ലേശമില്ല. നേരെ മറിച്ച് ധ്യാനത്തിലൂടെ അങ്ങയെ ആശ്രയിക്കുമ്പോഴോ കുറച്ച് ക്ലേശം, തേഷാം ശ്രമഃ സ്യാത്, അവർക്ക് കുറച്ച് പ്രയാസമുണ്ട്. ജ്ഞാനയോഗികൾക്ക് ലേശം ക്ലേശമുണ്ട്, എന്നാൽ ഭക്തിമാർഗത്തിലോ ക്ലേശമില്ല എന്നർത്ഥം. തത്തേ വയം ലോകസൃക്ഷയാദ്യ ത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിः സ്മ സർവേ വിയുക്താഃ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തത് പ്രതിഹർത്തവേതേ. തത്തേ വയം ലോകസൃക്ഷയാദ്യ, തത് ആദ്യ തേ, ആകയാൽ ആദ്യ അല്ലയോ ആദിപുരുഷ അർത്ഥാണ്. തേ വയം ലോകസൃക്ഷയാ ത്രിഭിः ആത്മഭിः ത്വയാ അനുസൃഷ്ടാഃ സ്മ. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ദേവതകൾ സ്തുതിക്കുകയാണ്, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ സ്തുതിക്കുകയാണ് ഭഗവാനെ, മറന്നുപോകരുത്. ലോകസൃക്ഷയാ ത്രിഭിः ആത്മഭിः, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള അഭിവാഞ്ഛയാൽ, ലോകസൃഷ്ടി നടത്തണമെന്നുള്ള ഇച്ഛ കൊണ്ടാണല്ലോ അങ്ങ് ത്രിഗുണങ്ങൾ കൊണ്ടും ആത്മാവിൻ്റെ അംശം കൊണ്ടും ഞങ്ങളെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ ഗുണങ്ങളുടെ നാനാത്വം നിമിത്തം ഞങ്ങൾ വേർപെട്ടിരിക്കുന്നവരാകുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ സാധിക്കുന്നില്ല. വിയുക്താഹ, വിയോജിച്ചിരിക്കുക ആണ് വിയുക്താഹ. അതുകൊണ്ട് തേ അങ്ങയെ അവിടത്തേക്ക് സ്വവിഹാരതന്ത്രം പ്രതിഹർത്തവേ ന ശക്നുമഃ, സ്വന്തം ക്രീഡോപകരണമായ ബ്രഹ്മാണ്ടത്തെ രൂപീകരിച്ച് അർപ്പിക്കാൻ ഞങ്ങൾ അശക്തരാണ്. അങ്ങയുടെ ആഗ്രഹമായ, അങ്ങയുടെ ക്രീഡാസ്ഥാനമായ ബ്രഹ്മാണ്ടത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അങ്ങേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിയോജിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഞങ്ങൾക്കത് സാധിക്കുള്ളൂ എന്നർത്ഥം. യാവത് ബലിം തേജഹരാമകാലേ യഥാ വയം ചാന്നമദാമ യത്ര യഥോഭയേഷാം ത ഇമേ ഹി ലോകാ ബലിം ഹരന്തോന്ന മദന്ത്യനൂഹാ. യാവത് ബലിം തേജഹരാമകാലേ ആണ്. അജ അല്ലയോ ജനിക്കാത്തവനെ, ജന്മരഹിതനായ അല്ലയോ ഭഗവാനെ, കാലയത്തെ ബലിം യാവത്ത് യഥാ ഹരാമ, അങ്ങക്ക് സമയത്ത് യജ്ഞാദികളെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം എന്നാണ്. അതാത് കാലത്ത് അങ്ങേക്കുള്ള ബലിം, ഭോഗത്തെ, യജ്ഞത്തെ, യാഗത്തെ യഥാ ഹരാമ, ഏതൊരു പ്രകാരം ഞങ്ങൾ അർപ്പിക്കണം.
വയം ച അന്നം അദാമ, ഞങ്ങളും അന്നത്തെ എങ്ങനെ അശിക്കണം? ഞങ്ങൾക്ക് സ്ഥിതി ചെയ്തുകൊണ്ട് അന്നം ഭക്ഷിക്കണം, അങ്ങേക്ക് സമർപ്പിക്കാൻ സാധിക്കണം, ഞങ്ങൾക്ക് അനുഭവിക്കണം. ഞങ്ങളുടെ ചേർച്ചയിലൂടെ ഈ ലോകത്തെ ഞങ്ങൾക്കും അങ്ങേക്കും പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതായി തീർക്കണം. ഇതിനെല്ലാമുള്ള ജ്ഞാനത്തെയും അതുപോലെ ക്രിയാശക്തിയെയും അങ്ങ് ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഥാ തേ ഇമേ ലോകാഹ അനൂഹാഹ ഉഭയേഷാം ബലിം ഹരന്തഃ അന്നം അദന്തി. അതാണ് താല്പര്യം. അല്ലയോ അജ, അല്ലേ, തേ അജ, അല്ലയോ അജ എന്ന് പറഞ്ഞാൽ ജന്മം ഇല്ലാത്തവനെ, ജനനരഹിതനായ അല്ലയോ ഭഗവാനെ, അതാത് കാലത്ത് ഞങ്ങൾക്ക് പൂജ കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ കഴിയണം. ജനങ്ങൾ ഞങ്ങളെ ആരാധിക്കുമ്പോൾ അവർ സമർപ്പിക്കുന്ന പൂജ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ആ രൂപത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ. അതാണ് പ്രാർത്ഥന. ത്വന്ന സുരാണാമസി സാന്വയാനാം കൂടസ്ഥാദ്യ പുരുഷ പുരാണ ത്വം ദേവശക്തിയാം ഗുണകർമ്മയോനൗ രേതസ്ത്വജായാം കവിമാദധേജ. ത്വന്ന സുരാണാം അസി, ത്വം നഹ സുരാണാം അസി സാന്വയാനാം, ത്വം അങ്ങ് സാന്വയാനാം സുരാണാം നഹ കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ അസി. എന്താ പറയണത്? അല്ലയോ ഭഗവാനെ, അങ്ങ് അന്വയങ്ങളോടുകൂടിയ ദേവന്മാരായ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവനും ദേവന്മാരായ ഞങ്ങൾക്ക് മുമ്പുണ്ടായവനാണ് അങ്ങ്. കൂടസ്ഥ, അങ്ങ് നിർവികാരനാണ്, ജന്മാദി വികാരങ്ങളില്ലാത്തവനാണ്, ഈശ്വരനാണ്. പുരുഷ അധിഷ്ഠാനമാണ്, പുരാണ പണ്ടേ ഉള്ളവനാണ്, അസി ആകുന്നു. അല്ലയോ ഭഗവാനെ ദേവ, അജഹാത്വം ജന്മരഹിതനായ അങ്ങ് ഗുണകർമ്മയോനൗ അജായാം ശക്തിയാം കവിം രേതഃ ആദധേ. ഗുണങ്ങളോടും കർമ്മങ്ങളോടും, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന അങ്ങയുടെ ശക്തിസ്വരൂപമായ മായയിൽ വിജ്ഞാനരൂപമാകുന്ന സ്വരൂപത്തോടു കൂടിയ ആ മഹത്തത്വത്തെ, അതുതന്നെയാണ് വീര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്, വീര്യത്തെ അവിടുന്ന് ആധാനം ചെയ്തു. അതിൽ നിന്നാണ് ഞങ്ങളുണ്ടായത്. അങ്ങ് മഹത്തത്വത്തെ ആ മായയിൽ ആധാനം ചെയ്തു, അത് ഞങ്ങളുണ്ടായി. പക്ഷേ ഞങ്ങൾ സ്വതന്ത്രരല്ല, ഞങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തിയില്ല, സൃഷ്ടിക്കാനുള്ള ആ ഒരു കഴിവ് ഞങ്ങൾക്കില്ല എന്നാണ്. ഇതൊക്കെ അങ്ങ് ചെയ്യുന്നുവെങ്കിലും അങ്ങേക്ക് കർമ്മമില്ല, അങ്ങേക്ക് ജന്മവും ഇല്ല. ഇതാണ് അവർ പറയണത്. ജനരഹിതനായ ഭഗവാൻ സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങളുടെയും ജന്മാദി കർമ്മങ്ങളുടെയും കാരണഭൂതമായ മായയിൽ വിജ്ഞാനരൂപമായ വീര്യത്തെ, മഹത്തത്വത്തെ സൃഷ്ടിച്ചു. ആത്മസ്വരൂപനായ ഭഗവാനെ, അതിനാൽ ഈ സൃഷ്ടിയിൽ മഹത്തത്വം മുതലായ ഞങ്ങൾ ഏത് പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത്, അത് വേണ്ടതുപോലെ ആ കർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണം. അങ്ങ് സന്തോഷിക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള അറിവ്, അതുപോലെ ശക്തി, അതൊക്കെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചാലും. അതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. തതോ വയം സത്പ്രമുഖ യദർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വന്ന സ്വചക്ഷു പരിദേഹി ശക്തിയാ ദേവ ക്രിയാർത്ഥേ യദനുഗ്രഹാണാം. തതോ വയം സത്പ്രമുഖ യദർത്ഥേ ബഭൂവിമാത്മൻ. അതുകൊണ്ട് ആത്മസ്വരൂപമായ ഹേ ദേവ, അല്ലയോ ഭഗവാനെ, മഹതാദികളായ ഞങ്ങൾ, മഹത്തത്വാദികളായ ഞങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടായി എന്നാണ്. യദർത്ഥേ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കരവാമ കിം തേ തേ കിം കരവാമ. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി ബ്രഹ്മാണ്ഡ നിർമ്മാണം എന്ന പ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾക്ക്
ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാപ്തിയില്ല. അതങ്ങ് ഉണ്ടാക്കണം. ഇതാണ്. അതിനു വേണ്ട ജ്ഞാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചാലും ആണ്. ത്വന്ന സ്വചക്ഷു പരിദേഹി ശക്തിയാ ദേവ ക്രിയാർത്ഥേ യത് അനുഗ്രഹാണം. അതിനുള്ള ആ ഒരു ശക്തി തന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് ആ ദേവതകൾ പ്രാർത്ഥിച്ചു. ഇത്രയാണ് ഈ ഒരു 5-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചത്. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യം നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വിതുരർ ഹരിദ്വാരത്തിൽ ചെന്ന് മൈത്രേയ മഹർഷിയെ കണ്ടു, ചില സംശയങ്ങൾ ചോദിച്ചു. അതിൽ പ്രധാനമായിട്ട് ഈ സൃഷ്ടിയെപ്പറ്റി ചോദിച്ചു. അങ്ങനെ വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് പിന്നെ അങ്ങോട്ട് വർണ്ണിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് പറയുകയാണ്. ഭഗവാൻ തൻ്റെ ആ മായയെ, തൻ്റെ ശക്തിയായ മായയെ സ്വീകരിച്ചു. മായയ്ക്കൊരു പേര് അവ്യക്തം എന്നൊരു പേരുണ്ട്. അങ്ങനെ മഹത്തത്വമുണ്ടായി. മഹത്തത്വം എന്ന് പറഞ്ഞാൽ തന്നിലുള്ള ശക്തിയെ പ്രകാശിപ്പിക്കുന്ന ശക്തി ആണ്. തന്നിലുള്ള ആ ഒരു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ശക്തിക്ക് മഹത്തത്വം എന്ന് പറയാം. അങ്ങനെ മഹത്തത്വം, പിന്നെ അതിൽ നിന്ന് അഹന്തത്വം. ആ അഹന്തത്വം 3ആയിട്ട് പിരിഞ്ഞു: സാത്വികം, രാജസം, താമസം. അങ്ങനെ അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി, ഇന്ദ്രിയങ്ങളുണ്ടായി ഒക്കെ വർണ്ണിച്ചു. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി, താമസത്തിൽ നിന്ന് ഭൂതങ്ങളുണ്ടായി. ഭൂതം എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ. അതിൻ്റെ ഗുണങ്ങൾ, അതിനെ ഞാൻ തന്മാത്ര എന്നും പറയാം. ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം, വായുവിൻ്റെ ഗുണമാണ് സ്പർശം, അഗ്നിയുടെ ഗുണമാണ് രൂപം, ജലത്തിൻ്റെ ഗുണമാണ് രസം, ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. ഇവയെല്ലാം ഒന്നോടൊന്ന് യോജിക്കാതെ ഭിന്നിച്ചിരുന്നത് കൊണ്ട് പ്രവർത്തനം നടക്കുന്നില്ല. കാരണം അതിലൊന്നും സാമർഥ്യമില്ല. അങ്ങനെ ആ ദേവതകളെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള സാമർഥ്യം ഞങ്ങൾക്ക് തരണേ, അങ്ങയുടെ ക്രീഡാസ്ഥാനമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞത്. ശരി, അടുത്ത അധ്യായം നമുക്ക് കാണാം. അടുത്ത പഠനത്തിൽ 6-ാമത്തെ അധ്യായം. ഈ ഒരു 5-ാമത്തെ അധ്യായം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിദുരോദ്ധവ സംവാദേ പഞ്ചമോധ്യായഃ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.